In Christ alone, my hope is found. Hi, praise God. Glory to God. Hi, praise God. Thank you for joining. നമ്മൾ ഹായ് ബ്രദേഴ്സ് റൺപോൾ, തോമസ് അലക്സാണ്ടർ, സാമുവൽ മാത്യു. താങ്ക് യു ഫോർ ജോയിനിങ്. വളരെ പ്രാധാന്യമുള്ള ഒന്ന് രണ്ട് ചില ചിന്തകൾ നമ്മൾ വീണ്ടും ധ്യാനിക്കാനാണ് ഈ സന്ധ്യയിൽ വന്നിരിക്കുന്നത്. 10 കമാൻഡ്മെൻറ്റ്സ് എന്ന വിഷയം, നമ്മൾ 10 കൽപ്പനകൾ എന്ന വിഷയത്തെ ട്രിനിറ്റേറിയൻ വ്യൂവിൽ അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിൻ്റെ എറ്റേണൽ പേർപ്പസിൽ, എറ്റേണൽ വ്യൂവിൽ ധ്യാനിക്കാനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചത്. വിശുദ്ധ ബൈബിളിൽ ദൈവം ഇസ്രായേലിന് കൊടുത്ത ആദ്യത്തെ കൽപ്പന ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുതെന്നാണ്. അതിൻ്റെ റിയൽ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ റെൻഡറിങ് എന്ന് പറഞ്ഞാൽ, നിനക്ക് നിൻ്റെ ദൈവം ആരാണെന്ന ബോധ്യം ഉണ്ടാകണം. യു മസ്റ്റ് നോ യുവർ ഗാഡ്. സോ നമ്മൾ കമാൻഡ്മെൻറ്റ്സിനെ, 10 കൽപ്പനകളെ ഒരു ലീഗൽ വ്യൂവിൽ, ഒരു നിയമം അല്ലെങ്കിൽ ഒരു കോടതി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു രാജ്യം കൊണ്ടുവരുന്ന ഒരു നിയമം എന്നതിലുപരി അതൊരു റിലേഷണലായിട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വി ആർ മെഡിറ്റേറ്റിംഗ് ഓൺ ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ്, because our God is a relational God. We believe in Trinity. Even the word Trinity is not in the Bible, but we believe that triune God, Father, Son and the Holy Spirit, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവം, അവരൊരു റിലേഷനാണ്, ഒരു ഫാമിലിയാണ്. ഇത് നിങ്ങൾ മനസ്സിൽ കുറിക്കണം. നമ്മുടെ ദൈവം എന്ന് കേൾക്കുമ്പോൾ അതൊരു റിലേഷൻഷിപ്പാണ്. അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധ റൂഹായുണ്ട്. അപ്പനും മകനും അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ സ്വഭാവ സവിശേഷതയുള്ള പരിശുദ്ധാത്മാവും, 3 പേരും കൂടെ ചേരുന്ന ഒരു കുടുംബമാണ് നമ്മുടെ ദൈവം. അപ്പം ആ ഗോഡ് ഒരിക്കലും ലോകത്തിന് ഒരു റിലീജിയൻ അല്ല പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ദൈവം ലോകത്തിന് ഒരു ഫാമിലിയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഗോസ്പൽ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലോട്ട് ദൈവത്തെ സ്വീകരിക്കുന്നതല്ല. വി ആർ നോട്ട് ഇൻവൈറ്റിംഗ് ഗോഡ് ടു അവർ ലൈഫ്. ദാറ്റ് ഇസ് നോട്ട് ഗോസ്പൽ. ഗോസ്പൽ യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. അതല്ല സുവിശേഷം. അങ്ങനെ വേദപുസ്തകത്തിലെങ്ങും പറഞ്ഞിട്ടുമില്ല. അതുപോലെ തോന്നിക്കുന്ന വാക്യങ്ങൾ ബൈബിളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലോട്ട് യേശുവിനെ ഞാൻ കൊണ്ടുവരുന്നതിൻ്റെ പേരല്ല സുവിശേഷം. മറിച്ച് യേശു അവിടുത്തെ കുടുംബത്തിലേക്ക്, ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന അനന്തമായ സ്നേഹത്തിൻ്റെയും നിത്യമായ ജീവൻ്റെയും ആ പരമസന്തോഷത്തിലേക്ക്, ആ ഒരു എറ്റേണൽ ഫാമിലിയിലേക്ക് എനിക്ക് തന്ന ഇൻവിറ്റേഷനാണ് ഗോസ്പൽ. സോ ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും ഈസ് റിലേറ്റഡ് ആണ്, റിലേഷൻഷിപ്പിൽ ബേസ്ഡാണ്, ബന്ധങ്ങൾക്ക് അധിഷ്ഠിതമാണ്. അപ്പം ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് വേറെ ഒരുപാട് ദൈവം ഉണ്ടെന്നോ, ഒത്തിരിയും ദൈവങ്ങളുടെ നടുവിൽ അവരെയൊക്കെ അവരുടെ പുറകെ പോകാതെ എൻ്റെ പുറകെ വരണമേ എന്നുള്ള ഭയമല്ല. മറിച്ച് നോയിങ് യുവർ ഗോഡ്, നോ യുവർ ഗോഡ്. ഇവിടെ ആദ്യത്തെ കൽപ്പനയ്ക്കകത്തിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രൂത്ത് നോ യുവർ ഗോഡ്, നിൻ്റെ ദൈവത്തെ അറിയുക എന്നതാണ്. അപ്പം നോയിങ് ഗോഡ് മീൻസ് ദാറ്റ് ഈസ് എക്സ്പീരിയൻഷ്യലി നോളജ്. യാഥ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. യാഥ എന്ന വാക്കിൻ്റെ അർത്ഥം ആദമ് അവൻ്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു എന്ന് മലയാളത്തിൽ.
ആദാം അവൻ്റെ ഭാര്യയെ അറിഞ്ഞു എന്ന്, അല്ലെങ്കിൽ നോ ചെയ്തു, അറിഞ്ഞു എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്. അത് ഒരു ബോഡ്ലി റിലേഷൻഷിപ്പാണ്. അത് ജസ്റ്റ് ഇൻഫർമേഷൻ അല്ല. ആദം തൻ്റെ ഭാര്യയായ ഹവ്വായെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചു എന്നല്ല. അത് ഒരു ഇൻറ്റിമേറ്റ് മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് റിലേഷൻഷിപ്പാണ്. അപ്പം മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം മുതൽ അങ്ങോട്ട് പറയുന്നത്. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ഞാൻ എൻ്റെ പിതാവിലും എന്ന് നിങ്ങൾ അന്നറിയും. സോ അതൊരു മ്യൂച്വൽ ഇൻഡ്വെല്ലിങ്, അതായത് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. അതൊരു ഭയങ്കര ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിന് പറയുന്ന പദമാണ് അറിയുക എന്നുള്ളത്. അപ്പോൾ ഏകസത്യ ദൈവമായവനെ അറിയുന്ന ആ അറിവെന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ അല്ല, അത് ഇൻറ്റിമേറ്റ് നോളജാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ ശരീരം കൊണ്ട് അറിയുന്നു, അതുപോലെ ആത്മാവായ ദൈവത്തെ ആത്മാവിൽ മ്യൂച്വൽ ഇൻഡ്വെല്ലിങ്, ഞാൻ ദൈവത്തിലും ദൈവം എന്നിലും വസിക്കുന്ന ആ ഒരു അറിവിലേക്കുള്ള എൻ്റെ യാത്ര. അവിടെയാണ് നിത്യജീവൻ ആരംഭിക്കുന്നത്. അതാണ് നിത്യജീവൻ. അവിടെയാണ് ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ 10 കൽപ്പനയ്ക്കകത്ത് ആദ്യത്തെ കൽപ്പനയ്ക്കകത്ത് എറ്റേണൽ ലൈഫിൻ്റെ പ്രധാന സന്ദേശത്തെ ഉൾപ്പെടുത്തിയിരിക്കുക. അത് ലീഗൽ ഫ്രെയിമിലല്ല ഞാൻ പറയുന്നത്, ഇറ്റ് ഈസ് എ റിലേഷണൽ ഫ്രെയിമിലാണ്. ഞാൻ ശ്രദ്ധിക്കണം, നമ്മുടെ ടീച്ചിങ്സ് എപ്പോഴും, എല്ലാ ടീച്ചിങ്സും, ഏത് വേദപുസ്തകത്തിലെ ഏത് ട്രൂത്ത് നമ്മൾ എടുത്താലും അത് എബ്രായിക് യൂണിയൻ്റെ ബേസിലായിരിക്കും. എബ്രായിക് യൂണിയൻ ആയിരിക്കും നമ്മുടെ മെസ്സേജിൻ്റെ തീം. നമ്മൾ ഒരിക്കലും ഗ്രീക്കുകാരുടെ ഡുവലിസമും ഫിലോസഫിയും അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ മെസ്സേജുകൾ കേൾക്കുമ്പോൾ വൈരുദ്ധ്യമായിട്ടോ ശരിയല്ലെന്നൊക്കെ തോന്നും. അത് അങ്ങനെ തോന്നണം. നമ്മുടെ ഉപദേശങ്ങൾ, ഇത് പ്രസംഗം കേൾക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് തോന്നിയെങ്കിലേ ഞാൻ പറഞ്ഞത് ശരിയാകത്തുള്ളൂ. കാരണം ഗ്രീക്ക് മെത്തഡോളജി, ഗ്രീക്ക് ഗ്നോസ്റ്റിസിസം, ഗ്രീക്ക് ഡുവലിസം ഫോളോ ചെയ്യുന്ന വെസ്റ്റേൺ ഗോസ്പൽ, ആ സുവിശേഷം വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കിയിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ ഒറിജിനൽ, അതായത് എബ്രായിക് യൂണിയൻ കേൾക്കുമ്പോൾ അവരതിനെ കർശനമായിട്ട് എതിർക്കുകയും അത് കള്ളമാണ്, തെറ്റാണെന്ന് പറയുകയും ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ അവർക്ക് തോന്നുന്നെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന ഉപദേശങ്ങൾ കറക്റ്റാണെന്നാണ് അർത്ഥം. കാരണം ലീഗൽ ഫ്രെയിമിൽ നിന്ന് റിലേഷണൽ ഫ്രെയിമിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം ലീഗൽ ഫ്രെയിമിൽ ഒരിക്കലും ജീവനില്ല, റിലേഷനകത്താണ് ജീവൻ. അപ്പോൾ ആദ്യത്തെ കൽപ്പനയാണ് നിന്റെ ദൈവത്തെ അറിയുക, അല്ലെങ്കിൽ ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. ഇത് കിങ്ഡം ഓഫ് ഗോഡിനകത്തൊരു കമാൻഡ്മെൻറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യം എന്ന കോൺസെപ്റ്റിലാണ് ഞാനിത് എടുക്കുന്നത്. വെറും ഒരു കല്ലിൽ കുത്തിക്കൊടുത്ത് കൽപ്പലക എന്ന നിലയിൽ, ഒരു മോറൽ ലോസ് എന്ന നിലയിലല്ല ഞാനിതിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഒരു മോറൽ ലോ അല്ലത്, മോറൽ ലോ ആയിട്ടല്ല ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഇസ്രായേൽ എന്ന നേഷന്, ഇസ്രായേൽ എന്ന രാജ്യത്തിന്, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, ഒരു മതത്തിന് കൊടുത്ത ഉപദേശമല്ല, ഒരു രാജ്യത്തിന് കൊടുത്ത ഉപദേശമാണ്. അപ്പോൾ ദൈവരാജ്യം എന്ന ആ വലിയ വീക്ഷണത്തിൽ ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്ത്, അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, അവൻ്റെ തലമുറയെ തിരഞ്ഞെടുത്ത് ആ ഗ്രൂപ്പിന് കൊടുത്ത ലോയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ലോ ഈസ് സോ പവർഫുള്ളാണ്. ലോ ഭയങ്കര ശക്തിയാണ്. ലോയ്ക്കകത്ത് രക്ഷിക്കാനുള്ള ശക്തിയുണ്ട്, തകർക്കാനുള്ള ശക്തിയുണ്ട്. ലോയ്ക്ക് പ്രോസ്പെറിറ്റിയുടെ പവറുണ്ട്, ദരിദ്രനാക്കാനുള്ള പവറുണ്ട്. കാരണം ഇതിനകത്ത് ഇൻബിൽറ്റഡ് ആണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതി വയ്ക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. 2, അപ്പം ദൈവത്തെ അറിയുക. ആ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ കാണും. അപ്പം 10 കൽപ്പനയ്ക്കകത്ത് ആദ്യത്തെ കൽപ്പനയ്ക്കകത്ത് തന്നെ ഹയർ കൈൻഡ് ഓഫ് ലൈഫിൻ്റെ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ആ കൽപ്പനയ്ക്കകത്ത് തന്നെ ഉയർന്ന ജീവിതം, ഹയർ കൈൻഡ് ഓഫ് ലൈഫ്, എറ്റേണൽ ലൈഫ്, സോയെ ലൈഫ്, ക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതയുള്ള ജീവിതം ആരംഭിക്കുകയാണ്. ഞാൻ ഇന്ന് അത് നമ്മൾ വിശദീകരിച്ച് പോകാനാണെങ്കിൽ ഒത്തിരി പോകാനുണ്ട്. അതിന് നമുക്ക് സാവകാശം ഇതുപോലുള്ള സമയങ്ങളിലില്ല. എങ്കിലും ഞാൻ ഇത് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഇട്ടിരിക്കുക. നിങ്ങളത് മനസ്സിലാക്കുകയും ആ ആദ്യത്തെ കൽപ്പന, അതൊരു കമാൻഡ്മെൻ്റാണ്. കമാൻഡ്മെൻ്റ് എന്ന് പറയുമ്പോൾ വെറും ഒരു ചെയ്യണം എന്ന് ഏതോ അനുവർത്തിക്കാൻ വേണ്ടി തന്ന ഒന്നായിട്ടല്ല കാണേണ്ടത്, മറിച്ച് അതൊരു ലോ ആണ്. ഇറ്റ്സ് എ ലോ. ഞാൻ പറഞ്ഞല്ലോ, വി ആർ ലിവിങ് ഇൻ ദ ലോ, വി ആർ ലിവിങ് ഫോർ ദ ലോ ആൻഡ് ലിവിങ് ബൈ ദ ലോ. ദ ഓൾ യൂണിവേഴ്സ് ഈസ് എക്സിസ്റ്റഡ് ഇൻ ദ ലോ. അത് നിലനിൽക്കുന്നത് നിയമത്തിലാണ്, ചലിക്കുന്നത് നിയമത്തിലാണ്,
നിയമത്തിന് വേണ്ടിയാണ് ഇത് എക്സിസ്റ്റ് ആയിരിക്കുന്നത് തന്നെ. സോ നോബഡി ക്യാൻ നെഗ്ലക്ട് ദ ലോസ്. സോ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ തിന്മയ്ക്കും ആധാരം, ഇന്ന് ലോകത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടിനും, എല്ലാ തിന്മയ്ക്കും, എല്ലാ രോഗത്തിനും, എല്ലാ ദാരിദ്ര്യത്തിനും, എല്ലാ തകർച്ചയ്ക്കും കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ ലോ ബ്രേക്ക് ചെയ്താണ്. കാരണം ഇവിടെ ഒരു ഭാഗത്ത് ദാരിദ്ര്യം വന്നതിൻ്റെ കാരണം ദൈവം ഭൂമിയിലെ കുറച്ച് പൈസ എടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോയതല്ല. ദൈവം ഒരു പെന്നീസ്, ഒരു ചെറിയ പൈസ പോലും ഇന്ന് വരെ ഈ യൂണിവേഴ്സിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടില്ല, ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ആളുകൾ ദരിദ്രരാകുന്നത്? കാരണം അവിടെ ദൈവം വെച്ച വ്യവസ്ഥകൾ, ദൈവം വെച്ച ലോയിൽ നിന്ന് മനുഷ്യൻ ഔട്ടായിപ്പോയി. സോ എവിടെയൊക്കെയാണോ മിസ്മാനേജ്മെൻറ്റ് നടക്കുന്നത്, എവിടെയാണോ ലോ ബ്രേക്ക് ആകുന്നത്, അവിടെയാണ് മനുഷ്യൻ്റെ പ്രതിസന്ധികൾ മനുഷ്യൻ കാണുന്നത്. സോ ഇന്ന് നമ്മൾ ലോകം കാണുന്ന എല്ലാ പ്രതിസന്ധിക്കും, അത് ഗവൺമെൻറ്റിനോ മെഡിക്കൽ വേൾഡിനോ ഒന്നിനും, എക്കണോമിക്കൽ വേൾഡിനോ ഒന്നിനും പരിഹരിക്കാൻ പറ്റത്തില്ല. ദ പീപ്പിൾ ഹാസ് ടു കം ബാക്ക് ടു ദ റിയൽ കമാൻഡ്മെൻറ്റ് ആൻഡ് റിയൽ ലോ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ നിയമത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരുന്നത് വരെ മനുഷ്യരാശിയിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. ഇത് ഇനിയും വഷളായി പോകത്തേ ഉള്ളൂ. കാരണം ഈ പ്രതിസന്ധികൾ ഞാനൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇന്ന് ലോകം മുഴുവൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, പ്രതിസന്ധിയിലിരിക്കുന്നു. ഭൗതിക വിഷയത്തെക്കുറിച്ച് ഭയങ്കര പ്രശ്നങ്ങൾ, എക്കണോമിക്കൽ വേൾഡിൽ വലിയ പ്രതിസന്ധികൾ നടക്കുമ്പോഴൊക്കെ എൻ്റെ ഹാർട്ടിൽ ഞാൻ പറയാം, ഇത് വേറൊരു രാജ്യം, അതായത് യേശുക്രിസ്തുവിൻ്റെ രാജ്യം, അതായത് ഇൻവിസിബിൾ വേൾഡിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ദൈവം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തെ ദൈവം അതിനെ അനുവദിക്കും, അല്ലെങ്കിൽ അതിനൊരു ചാൻസായിട്ട് ഡിവൈൻ വേൾഡ് എടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനും, അപ്പം മൃഗങ്ങളിൽ കണ്ടുവരുന്ന കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് മനുഷ്യനിൽ വരാൻ കാരണം ആ മൃഗത്തെ പിടിച്ചവൻ തിന്നതുകൊണ്ടാണ്. പക്ഷെ അതുകൊണ്ടാണ് ബൈബിളിൽ എന്തൊക്കെ തിന്നണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ലെന്ന് എഴുതിയേക്കും. അപ്പോൾ അത് കോഷർ ഫുഡാണ്. അതിപ്പോൾ ന്യായപ്രമാണമെന്ന് നമുക്ക് തള്ളാം, ന്യായപ്രമാണമാണെന്ന് പറഞ്ഞാൽ തള്ളാം, ശരിയാ. ന്യായപ്രമാണം സംബന്ധമായിട്ട് നമുക്കത് അനുവർത്തിക്കേണ്ട ഓൾഡ് ടെസ്റ്റമെന്റിലെ നിയമങ്ങളാണ്. പക്ഷെ അവിടെയും ഈ സൃഷ്ടിതാവിന് അറിയാം നീ എന്ത് ഭക്ഷിക്കണമെന്ന്. ഇപ്പം കുളമ്പ് പിളർക്കാത്തതിനെ ഭക്ഷിക്കരുത്, പന്നിയെ ഭക്ഷിക്കരുത്, ഇതൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പം ഞാനൊരു ന്യായപ്രമാണത്തിൻ്റെ ഒരു പുതിയ സിസ്റ്റം നിങ്ങൾക്ക് ഇടുകയല്ല. ഞാനത് ഒരു ജെന്യൂനായിട്ട് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് നിഷ്പക്ഷമായിട്ട് സംസാരിക്കുക. എന്തായിരിക്കും ദൈവം ഇത് ഭക്ഷിക്കാൻ പാടില്ല, ചെതുമ്പലില്ലാത്ത ഈ മത്സ്യങ്ങളെ ഭക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ കാരണം? സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ആ സൃഷ്ടിച്ചവൻ അറിയാം ഇത് നിൻ്റെ ശരീരത്തിന് കേട് വരുത്തുന്ന ഒരുപാട് ഇതിനകത്തുണ്ട്. അപ്പോൾ ചൈനക്കാരൻ കണ്ട പാമ്പിനെയും പഴുതാരെയും ഓന്തിനെയും എല്ലാം പിടിച്ച് തിന്നിട്ട് അത് മുഖാന്തരം ഉണ്ടായ നാശം, ഇത് ദൈവത്തിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കളയുന്നത്. ദൈവം വെച്ചേക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ ഏതവൻ വന്നാലും അവൻ അത് അനുഭവിച്ചിരിക്കും. അത് ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ഞാൻ ഈ പറയുന്നത് യാഥാർത്ഥ്യമാണ്. എവിടെ ലോ ബ്രേക്കിംഗ് ഉണ്ടോ അവിടെ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. അത് ഇന്നവിറ്റബിൾ ആണ്. നോബഡി ക്യാൻ നെഗ്ലക്റ്റ് ഇറ്റ്. അതുകൊണ്ട് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ നോയിങ് ഗോഡ്. നോയിങ് ഗോഡ് മീൻസ് ഇൻറ്റിമേറ്റ് മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് വിത്ത് ഗോഡ്. ദൈവത്തെ എക്സ്പീരിയൻഷ്യലി അനുഭവിച്ചറിയുന്ന ആ അറിവ്, അതാണ് എറ്റേണൽ ലൈഫ്. അപ്പോൾ 10 കമാൻഡ്മെൻറ്റ്സിനകത്ത് ആദ്യത്തെ ആ കമാൻഡ്മെൻറ്റിനകത്ത് നമ്മുടെ ഹയർ കൈൻഡ് ഓഫ് ലൈഫിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. ഇനി രണ്ടാമത്തത് ഇച്ചിരി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ചില സബ്ജക്റ്റുകൾ ഒരിക്കലും ഒരു വിശ്വാസത്തെയോ ഒരു മത സംവിധാനത്തെയോ ഒരു വ്യവസ്ഥയെയോ ആക്ഷേപിക്കാനോ അടിച്ചു താഴ്ത്താനോ ഒന്നുമല്ല. എൻ്റെ ജോലി അതല്ല. അപ്പം രണ്ടാമത്തെ കൽപ്പന എന്താണ്, ദൈവം അത്യുന്നതനായ ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമാൻഡ്മെൻറ്റ് പറഞ്ഞത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കമാൻഡ്മെൻറ്റ് എന്താണ്? ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. അതിന് കൊടുത്തിരിക്കുന്ന ഈ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ: മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ളവൻ ഉള്ള ദൈവം ആകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം, അപ്പോൾ എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3ാമത്തെയും 4ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ കൽപ്പനയും ആ കൽപ്പനയോടുള്ള ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണങ്ങളും വളരെ ചിന്തനീയമായ കാര്യമാണ്. ഒന്ന്,
ഞാനത് ജനറലായിട്ട് പറയാം. ഒന്ന്, ഈ ലോകത്തിൽ ഒന്നിൻ്റെയും ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. രണ്ടാമത്തെ കൽപ്പനയാണ്. എന്നിട്ട് പറയുന്നു, നീത സ്വർഗത്തിലുള്ളതിൻ്റെ ഉണ്ടാക്കരുത്, ഭൂമിയിലുള്ളതിൻ്റെ ഉണ്ടാക്കരുത്, വെള്ളത്തിലുള്ളതിനെ ഉണ്ടാക്കരുത്, ഉണ്ടാക്കുക മാത്രമല്ല അതിനെ നമസ്കരിക്കുകയും അരുത്. എന്നിട്ട് ഇനി നിങ്ങൾ കേൾക്കണം. എന്നിട്ട് പറയാണ്, എന്നെ പകയ്ക്കുന്നവരിൽ, എന്നെ ആരാധിക്കാത്തവരിൽ എന്നല്ല, എന്നെ പകയ്ക്കുന്നവരുടെ തലമുറയെ 3 4 തലമുറ വരെ ഞാൻ സന്ദർശിക്കും. അടുത്തത്, എന്നെ ആരാധിക്കുന്നവൻ്റെ 1000 തലമുറ ദയ കാണിക്കുമെന്നല്ല, എന്നെ സ്നേഹിക്കുന്നവരുടെ 1000 തലമുറ ദയ കാണിക്കും. ഒരുപാട് വിശാലമായ ചിന്തകളുള്ള ഒരു വിശേഷമേറിയ ഒരു വിഷയമാണ് ഈ ഒരു ഐഡോളട്രി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിഗ്രഹാരാധന എന്ന് പറയുന്ന വിഷയം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സഭകളിൽ, നമ്മുടെ ക്രൈസ്തവ സഭകളിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് വലിയ വാഗ്വാദങ്ങൾ നടക്കാറുണ്ട്. കത്തോലിക്ക സഭയിൽ പള്ളികൾക്കകത്ത് രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു, വിശുദ്ധന്മാരുടെ രൂപം ഉണ്ടാക്കുന്നു, മറിയയുടെ രൂപം, ജോസഫിൻ്റെ രൂപം, പഴയ ചർച്ച് ഫാദേഴ്സിൻ്റെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കുന്നു, അതിനെ വണങ്ങുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. അതിനെ വണങ്ങുകയല്ല, ഞങ്ങൾ ബഹുമാനിക്കാമെന്ന് ചിലർ പറയുന്നുണ്ട്. ഞാനിതിനൊന്നും ഒരു എക്സ്പ്ലനേഷൻ തരാനല്ല ഞാൻ നിൽക്കുന്നത്. കാരണം ആളുകൾ എന്ത് കാണിച്ചാലും നമുക്കത് വിഷയമല്ല. അതാണ് ഞാൻ ആദ്യം, കാരണം ഞാൻ കണ്ട കാര്യം, ദൈവത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് തീക്ഷ്ണതയുള്ളവരാകാം, പക്ഷേ മനുഷ്യരെല്ലാം പറയുന്നത് ശരിയല്ല തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഫ്രെയിമിലല്ല ഞാൻ ജീവിക്കുന്നത്. കാരണം ഈ നന്മ തിന്മ എന്ന ഫ്രെയിമിൽ ജീവിക്കുന്ന ഇടത്ത് മരണമേ ഉണ്ടാകത്തുള്ളൂ. അത് ശരിയല്ല, ഇത് ശരിയാണ്, അത് ശരിയല്ല, ഇത് ശരിയാണ്, ഈ ചിന്ത നിങ്ങൾ കണ്ടിട്ടില്ലേ? അവൻ ശരിയല്ല, ഇവൻ ശരിയാണ്. ഇതാണ് ഇന്ന് മനുഷ്യനെ മൊത്തവും പോകുന്ന, മനുഷ്യൻ്റെ മുഴുവൻ വ്യൂ എന്ന് പറയുന്നത്, അവൻ്റെ ബേസിക്കായിട്ടുള്ള അവൻ്റെ ആ ചിന്താഗതി എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് റോങ്, ഗുഡ് ആൻഡ് ഈവിളാണ്. ഗുഡ് ആൻഡ് ഈവിളിലാണ് ഇന്ന് ക്രിസ്തീയ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാണോ, ഇത് ശരിയാണോ, അത് തെറ്റാണ്, ഇത് ശരിയാണ്, ആ ആള് ശരിയല്ല, ഈ ആള് ശരിയല്ല. ഇവിടെ ഒന്നും, അതായത് ഈ എന്തു പറയുന്നത്, ഗുഡ് ആൻഡ് ഈവിൾ എവിടെയുണ്ടോ അവിടെ എങ്ങും ജീവൻ കാണത്തില്ല. ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. എവിടെ ഗുഡ് ആൻഡ് ഈവിൾ ഉണ്ടോ അവിടെ മരണം മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ നല്ലതും തീയതും, അപ്പം നല്ലതിൻ്റെ പകുതി നല്ലതും പകുതി തീയതുമാണ്, അല്ലെങ്കിൽ തീയത് നല്ലത്. ഈ ഒരു സിസ്റ്റം ഉള്ള ഇടത്ത് മരണം മാത്രമേ ബാധിക്കത്തുള്ളൂ, മരണം മാത്രമേ വ്യാപരിക്കത്തുള്ളൂ. അപ്പം ഞാനിവിടെ അവർ ശരിയല്ല ഇവർ ശരിയാണ് എന്ന് പറയാൻ നിൽക്കല്ല, അവിടെ മരണമേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഭാഗം ശരിയാക്കാൻ ശ്രമിച്ച് വേറൊരാളുടെ ഭാഗം തെറ്റാക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഇപ്പോഴും നന്മതിന്മയുടെ വൃക്ഷച്ചോട്ടിലാണ് നിൽക്കുന്നത്. നന്മതിന്മയുടെ വൃക്ഷച്ചോട്ടിൽ എനിക്ക് ലഭിക്കുന്നത് മരണം മാത്രമാണ്. അപ്പം ഞാൻ ആ ഭാഗത്ത് നിന്ന് ജീവനിലേക്ക് ഈ ഭാഗത്തെ കൊണ്ടുവരാൻ പോവാം. അല്ലെങ്കിൽ എങ്ങനെയാണിത്, ഹൗ ഇറ്റ് കണക്റ്റഡ് വിത്ത് ലൈഫ്. അപ്പം വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്ന് ദൈവം പറഞ്ഞു. ഈ യഹൂദന്മാർ ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആണ്. യഹൂദന്മാരുടെ ഇടയിൽ ഒരിക്കൽ ഞാൻ ഇത് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഒരു ഭാഗം ചിന്തിക്കാം നിങ്ങൾക്ക്. ഈ യേശു ക്രിസ്തുവിനെ കുരുക്കാൻ വേണ്ടി ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പരീശന്മാർ വന്നു. നമുക്കൊരു നല്ലൊരു ബൈബിൾ സ്റ്റഡിക്ക് പോവാം, നിങ്ങൾ എൻ്റെ കൂടെ ഉഷാറായിട്ട് വരാമെങ്കിൽ. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 21 വാക്യം, 22-ന്റെ 20 21 വാക്യം. മത്തായിയുടെ സുവിശേഷം 22-ന്റെ 20 21. കരത്തിനുള്ള 18 യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ് കപടഭക്തിക്കാരെ അതിന് മുകളിലാണ് അത് ചോദിക്കുന്നത്. കൈസർക്ക് 17-ാം വാക്യം, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരാണ് ഒരു ചോദ്യം. ഈ തൽമൂദിലെ, അതായത് ഓറൽ ട്രഡീഷൻ അനുസരിച്ച് ഒരാൾക്ക് കരം കൊടുത്താൽ അത് ടൈത്തിങ് എന്നാണ്, അതായത് അത് ദശാംശം കൊടുക്കുന്നു എന്നാണ്. കാരണം ഈ ദശാംശം എന്ന് പറയുന്നത് ടാക്സാണ്. അപ്പം വേറൊരു ഗവൺമെൻറ്റിന്
ഒരു യഹൂദൻ ടാക്സ് കൊടുത്താൽ ആ ആള്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ആള് ദൈവവചനത്തിന് വിരുദ്ധമായി അന്യ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുത്തു, ടൈത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് ആ ആളിനെ സെൻഹദ്രിയ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ന്യായം വിധിക്കാനും ജഡ്ജ്മെൻ്റ് നടത്താനുമുള്ള അധികാരം അന്നത്തെ മത കോടതിക്കുണ്ടായിരുന്നു. ആ ഒരു ചിന്ത ഇവരുടെ മനസ്സിലുണ്ട്. അപ്പം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണ് എന്ന് പറഞ്ഞാൽ സെൻഹദ്രിയ സംഘം യേശുവിനെ അറസ്റ്റ് ചെയ്യും. വിഹിതമല്ലെന്ന് പറഞ്ഞാൽ റോമൻ ഗവൺമെൻറ് യേശുവിനെ അറസ്റ്റ് ചെയ്യും. ഇപ്പം രണ്ട് നിലയിലായാലും യേശു ക്രിസ്തു കുരുക്കപ്പെടാൻ വേണ്ടി നിൽക്കുക, ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. പക്ഷെ ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ യേശു കർത്താവ് ഇവരെ കുരുക്കി കളഞ്ഞു. ഇതാണ് യേശുവിൻ്റെ പ്രത്യേകത. അതായത് യെസ് എന്ന് പറഞ്ഞാലും കുരുക്കാണ്, നോ എന്ന് പറഞ്ഞാലും കുരുക്കാണ്. ഇവിടെ യേശുനാഥൻ യഥാർത്ഥത്തിലൊരു കാര്യം എടുത്തത് ഇങ്ങനെയാണ്. ഈ ബൈബിളിൽ നമ്മൾ വായിച്ച പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാം അധ്യായം, ദൗ ഷാൽ നോട്ട് മേക്ക് അൻടു ദീ എനി ഗ്രേവൺ ഇമേജ് എഴുതിയേക്കുന്നത് ശ്രദ്ധിക്കണം. മലയാളത്തിൽ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്ന, പക്ഷേ ഇതിനകത്ത് ദൗ ഷാൽ നോട്ട് മേക്ക് അൻടു ദീ, നീ നിനക്കു വേണ്ടി ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുതെന്ന, നിനക്ക് വേണ്ടി. അതായത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ദൗ ഷാൽ നോട്ട് മേക്ക് എന്നതിന് ഹീബ്രുവിൽ കൊടുക്കുന്ന അഷ എന്നാണ്. അഷ ലേഖ എന്നാണ്. അഷ ലേഖ. ലേഖ എന്ന വാക്കിൻ്റെ അർത്ഥം ടു യു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അഷ ലേഖ, ദൗ ഷാൽ നോട്ട് മേക്ക് എനി ഗ്രേവൻ ഇമേജ്, ഒരു വിഗ്രഹത്തെയും നിനക്കു വേണ്ടി, ഫോർ യുവർ പേഴ്സണൽ, നിന്റെ വ്യക്തിപരമായ നിനക്ക് വേണ്ടി, ഓരോരുത്തരോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. നീ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാക്കാൻ പാടില്ല. അതായത് അഷാ ലേഖ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അതിൻ്റെ ഇങ്ങനെയാണ്, ടേക്കിംഗ് സംതിങ് അൺടു യുവർ സെൽഫ്. ഇപ്പം ഞാനൊരു പേന എടുത്ത് ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ഇതങ്ങ് എടുക്കുക. അതുപോലെ ഞാൻ എനിക്ക് വേണ്ടി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുക. ടേക്കിംഗ് സംതിങ് അൺടു യുവർ സെൽഫ്, ദാറ്റ് ഈസ് ആഷാ ലേഖ. ദൗ ഷാൽ നോട്ട് മേക്ക് എനി ഗ്രേവൺ ഇമേജ് ഫോർ യുവർ സെൽഫ്. ആ വാക്കിൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഡു നോട്ട് ടേക്ക് ഫോർ യുവർ സെൽഫ് എനി ഗ്രേവൺ ഇമേജ്. ഒരു ഇമേജിനെ ഉണ്ടാക്കാൻ പാടില്ല. ആ ഗ്രേവൺ ഇമേജ് എന്ന വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്നത് പെസൽ എന്ന വാക്കാണ്. പെസൽ, വിഗ്രഹം എന്നതിന് കൊടുത്തിരിക്കുന്നത് പെസൽ എന്ന, PESEL, പെസൽ, വിച്ച് മീൻസ് കർവ് ഔട്ട് ഓർ ഫാഷൻ സംതിങ് ദാറ്റ് ഈസ് ഇൻ. കാണാൻ പറ്റുന്ന നിലയിൽ മോൾഡ് ചെയ്തെടുക്കുക, ക്രാവ് ഔട്ട് ചെയ്യുക. അതായത് ഇങ്ങനെ കൊത്തി ഒരു മരത്തെ കൊത്തിയിട്ട് ഒരു രൂപം ഇങ്ങനെ ആ മരത്തിൽ നിന്ന് പുറത്തെടുക്കുക. എന്തിനാ? ഫോർ യുവർ സെൽഫ്, നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിൻ്റെ പേഴ്സണലായിട്ട്. ഇതാണ് ഒറിജിനൽ എബ്രായന് കൊടുത്ത. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ബിംബം ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഫോർ യുവർ സെൽഫ്. ഈ ഒരു ലോയിൽ ഇരിക്കെ ഇതറിഞ്ഞുകൊണ്ടാണ് ഇവർ യേശുവിൻ്റെ അടുക്ക വരികയാണ്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, യെസ് എന്ന് പറഞ്ഞാൽ സെൻഹദ്രിയ സംഘത്തിൻ്റെ മുമ്പിൽ യേശു കർത്താവ് കുറ്റക്കാരനാവും. കാരണം ഓറൽ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ഇൻസ്പയർഡ് അല്ല അത്. അതായത് ഈ മിദ്രാഷ് റബ്ബ, മിഷ്ന, തൽമൂദ് തുടങ്ങിയ പുസ്തകങ്ങളൊന്നും ഇൻസ്പയർഡ് അല്ല. പക്ഷേ അവർ വേദപുസ്തകത്തെ, ദൈവവചനത്തെ വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനും
അതിനെ വിശദീകരിക്കാനും ആധികാരികമായിട്ട് എടുത്തിരിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓതൻറ്റിക് ബുക്സാണ്. അതിൻ്റെ കള്ളത്തരങ്ങളും കഥകളും അല്ല, വളരെ ഓതൻറ്റിക്കാണ്. അപ്പം ആ ഓതൻറ്റിക് പുസ്തകത്തിൻ്റെ ട്രഡീഷൻസിനെ അവർ ഇൻസ്പയർഡ് പോലെയാണ് കരുതുന്നത്. അത് ലംഘിച്ചാലും അവർക്ക് സെൻറ്റ് ആന്റണി സംഘത്തിൻ്റെ മുമ്പിൽ പോകേണ്ടി വരും. അപ്പോൾ യേശു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാക്കാർ യേശുവിനെ കസ്റ്റഡിയിലെടുക്കും. യെസ് എന്ന് പറഞ്ഞാൽ സെൻഹദ്രിയും എടുക്കും. അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് യേശു നിൽക്കുന്നത്. നോക്കണം, യേശു ഭയങ്കര ജ്ഞാനിയായതിൻ്റെ ഒരു തെളിവ് ഇതിനകത്തുണ്ട്. അത് നമ്മൾ സാധാരണ വ്യാഖ്യാനിക്കുമ്പോൾ എങ്ങനെയെന്ന് അറിയാമോ? ഒരു നാണയം തരാൻ പറഞ്ഞു, ആരുടെ മേലെഴുത്താന്ന് ചോദിച്ചു, അപ്പോൾ കൈസറുടേതാന്ന് പറഞ്ഞു. കൈസർക്കുള്ളത് കൈസർക്ക്, നമ്മൾ അങ്ങനെയാണ് നമ്മളതിനെ വ്യാഖ്യാനം. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല അതിൻ്റെ യഥാർത്ഥ വിഷ്ടം. അവിടെ അതല്ല നമ്മൾ കാണുന്നത്. നിങ്ങൾ നോക്കിയേ, കപടഭക്തിക്കാരാ. അപ്പം യേശു അവരോട് പറഞ്ഞ് അവരുടെ ദുഷ്ടത അറിഞ്ഞു. അപ്പം ഇവരുടെ കണ്ണിങ്നെസ് യേശു നന്നായിട്ട് അറിഞ്ഞിട്ട് കപടഭക്തിക്കാരെ ഇവിടെ വിളിച്ചെന്താണ്? കുരുക്കുബുദ്ധിക്കാരെ എന്നല്ല വിളിച്ചത്, കപടഭക്തിക്കാരെ എന്നാണ് വിളിച്ചത്. അപ്പം കപടഭക്തിക്കാരെ, ഹിപ്പോക്രൈറ്റ്സ്. എന്താ ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? അകത്ത് ഒന്ന് വെച്ചിട്ട്, ഇത് കേൾക്കണം, അകത്ത് ഒന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്ന് കാണിക്കുന്നവരുടെ പേരാണ് ഹിപ്പോക്രൈറ്റ്സ്. അപ്പം യേശു അവരെ വിളിച്ചത് നിങ്ങൾ അകത്ത് ഒന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്ന് കാണിക്കുന്ന. ഇനിയിപ്പോൾ ഇവരുടെ ഹിപ്പോക്രസിയെ പുറത്തെടുക്കാൻ പോകും. എങ്ങനെ അവരുടെ ഹിപ്പോക്രസിയെ പുറത്തെടുത്തെന്ന് നോക്കിയേ, ആ വാക്യങ്ങളെ സൂക്ഷ്മമായിട്ട് നോക്കിയേ. എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരത്തിനുള്ള നാണയം കാണിപ്പിൻ. അവർ അവൻ്റെ അടുക്കൽ വെള്ളിക്കാശ് കൊണ്ടുവന്നു. കരത്തിലുള്ള നാണയം കാണിപ്പിൻ. ഇപ്പോൾ ഒരുത്തൻ വന്നിട്ട് പറയുക കൊടുക്കണോ കൊടുക്കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കർത്താവ് പറയാ നിന്റെ കയ്യിലുള്ള ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു. അവൻ പോക്കറ്റ് തപ്പി ഒരു എൻഗ്രേവ്ഡ് അല്ലെങ്കിൽ അത് എന്ത് പറഞ്ഞേക്കുന്നത് ഒരു നാണയത്തുട്ടെടുത്തു. ആ നാണയത്തുട്ടിനകത്ത് ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അതായത് അന്നത്തെ റോമൻ നാണയത്തിൽ ഇങ്ങനെയാണ്: സീസർ അഗസ്റ്റസ് ടിബറിയാസ് സൺ ഓഫ് ദ ഡിവൈൻ അഗസ്റ്റസ്. സീസർ അഗസ്റ്റസ് തിബറിയാസ് സൺ ഓഫ് ദ ഡിവൈൻ അഗസ്റ്റസ്. ഡിവൈൻ അഗസ്റ്റസിൻ്റെ മകൻ ആയ സീസർ അഗസ്റ്റസ് തിബറിയാസ് എന്നാണ് ആ നാണയത്തിൽ. അതിനകത്ത് സത്യത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ അഗസ്റ്റിൻ എന്ന ദൈവത്തിൻ്റെ പുത്രൻ. അപ്പം അവിടെ അഗസ്റ്റസിനെ, കൈസറിനെ ദൈവമായിട്ട് എൻഗ്രേവ് ചെയ്തിരിക്കുന്ന ഒരു നാണയം എടുത്ത് യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അപ്പം ഇവിടെയാണ് പ്രശ്നം. ഇതിനകത്ത് മേലെടുത്തുമല്ല ഇവിടുത്തെ വിഷയം. ദൗ ഷാൽ നോട്ട് മേക്ക് എനി ക്രേവൺ ഇമേജ് ഫോർ യുവർ സെൽഫ്. നിനക്ക് വേണ്ടി നീ ഇത് കൊണ്ടു നടക്കരുത് എന്ന് പറയുന്ന കൽപ്പന വഹിക്കുന്നവർ അവരുടെ പോക്കറ്റിൽ നിന്ന് ഒരു നാണയത്തുട്ടെടുത്ത് യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അവര് അഗസ്റ്റസ് ആണ് ദൈവം, കൈസറാണ് ദൈവം എന്ന് മേലെഴുത്തുള്ള അയാളുടെ തല തന്നെ ക്രേവ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു നാണയത്തിൻ്റെ തുട്ട അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ സത്യത്തിൽ പരാജയപ്പെട്ടത് ആ വലിയ സമൂഹമാണ്. കാരണം ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്, പരാജയപ്പെട്ടത് അവരാ. എങ്ങനെ പരാജയപ്പെട്ടു? ഇപ്പം നിങ്ങൾ വിഗ്രഹത്തെ നിങ്ങളുടെ പോക്കറ്റിൽ കൊണ്ട് നടക്കുക. ദൈവം പറഞ്ഞ രണ്ടാമത്തെ കൽപ്പനയായ ഒരു വിഗ്രഹത്തെയും നീ നിനക്ക് വേണ്ടി ഉണ്ടാക്കരുത് എന്ന് പറയുന്ന ആ പ്രമാണത്തെ നിങ്ങൾ സുന്ദരമായിട്ട് ലംഘിച്ചുകൊണ്ട് നടക്കുക. നിങ്ങൾ ലംഘിച്ചുകൊണ്ട് നടന്നിട്ട് യേശു ക്രിസ്തുവിനെ കുറ്റം പറയാൻ പോവുക. ഇവിടെയാണ് കപടഭക്തി പുറത്തു വന്നത്. എങ്ങനെയാണ് കപടഭക്തി പുറത്തു വന്നത്? അവരുടെ ഉള്ളിൽ ഇരുന്നത് എന്താ? കൈസർ ദൈവമാണ്, അഗസ്റ്റസ് ദൈവമാണ്, ഡിവൈൻ അഗസ്റ്റസിന്റെ മകനാണ് സീസർ എന്ന് പറഞ്ഞുകൊണ്ട് കൈസറിനെ ദൈവമെന്ന് പുകഴ്ത്തുന്ന നാണയത്തെ പോക്കറ്റിൽ വെച്ച് വിഗ്രഹം പോലെ കൊണ്ട് നടക്കുക. എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായിട്ട് മുതിരുകയാണ്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഇവിടെ കർത്താവ് അവരോട് പറയുന്നൊരു വാചകമുണ്ട്. കൈസർക്കുള്ളത് കൈസർക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. മേലെഴുത്തും അതിൻ്റെ അടയാളം ആരുടെയാണെന്ന് ചോദിച്ചു. അത് കൈസറുടേതാണെന്ന് പറഞ്ഞു. കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അതിൻ്റെ അർത്ഥം കൈസർക്ക് കൊടുക്കാനുള്ളത് അത് പുള്ളിക്ക് അങ്ങോട്ട് കൊടുക്കുക,
ദൈവത്തിന് കൊടുക്കാനുള്ള, ഇത് സ്തോത്രാഴ്ച കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചും ടാക്സിനെ കുറിച്ചല്ല അവിടെ സംസാരിച്ചേക്കുന്നത്. രണ്ടാമത്, അതായത് കൈസർക്ക് ഉള്ള വോർഷിപ്പ് കൈസർക്കുള്ളവർ കൈസർക്ക് കൊടുക്കട്ടെ, ദൈവത്തിനുള്ളത് അല്ലെങ്കിൽ കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അപ്പം ആരാധനയുടെ വിഷയമാണ് അവിടെ കൃത്യമായിട്ട് യേശു ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ട് ദൈവം വിഗ്രഹ ആരാധനയെ വെറുക്കുന്നു? നമ്മൾ ഈ വിഷയത്തെ ഇനി പഠിക്കണം. ഇവിടെ എല്ലാവരും അതിനെ ആക്ഷേപിക്കുന്നവരുണ്ട്. പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്കരും എടുത്ത് വഴക്ക്, കത്തോലിക്കർ പ്രൊട്ടസ്റ്റാന്റുകാർ വഴക്ക്, പ്രൊട്ടസ്റ്റുകാർ പറയുന്നുണ്ട് അതെല്ലാം വിഗ്രഹമാണ്. അവർ പറയുന്ന അല്ല ഇത് വിഗ്രഹമൊന്നുമില്ല, ഇത് രൂപമാണ്, ഞങ്ങൾക്ക് ആരാധിക്കാൻ വെച്ചേക്കാണ്. ഇവർ പറഞ്ഞ് നിങ്ങളവരെ ആരാധിക്കുന്നുണ്ട്, അവർ പറഞ്ഞ് ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ബഹുമാനി. വഴക്കെല്ലാം നിർത്ത്. നമുക്ക് ആദ്യം എന്താ ഇവിടുത്തെ പ്രോബ്ലം, എന്താ പ്രശ്നം? നമ്മളെപ്പോഴും ചിന്തിക്കും ദൈവത്തിന്, ചില ആളുകൾ ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു വെച്ചേക്കുന്നത് ദൈവം ആരാധന കൊതിയനാണ്. ദൈവം ആരാധന കൊതിയനാണ്. ദൈവം ആരാധന കൊതിയൻ അല്ല. ഇതാദ്യം മനസ്സിലാക്കണം. ദൈവത്തിന്, ഇത് ഞാൻ മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അപ്പം ആ പ്രസ്താവനയ്ക്ക് വേണ്ടി ഒരു ആളിങ്ങനെ മറുപടിയൊക്കെ ആയിട്ട് കുറച്ചാൾ മുമ്പ് വന്നാണ്. ദൈവം ആരാധന കൊതിയൻ അല്ല. ഇതാദ്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയല്ല. അല്ല. കാരണം ആരാധനയുടെ പൂർണ്ണത, ദ പെർഫെക്റ്റ്നെസ് ഓഫ് വേർഷിപ്പ് ട്രിനിറ്റിക്ക് അകത്ത് തന്നെ ഉണ്ട്. അതായത് തൃത്വത്തിനകത്ത് അവർ പര്യാപ്തമാണ്. ഔട്ടറിൽ നിന്നൊരു പ്രൈസ്, ഔട്ടറിൽ നിന്നൊരു ആരാധന ദൈവത്തിന് ആവശ്യമില്ല. ഇത് മനസ്സിലാക്കണം. കാരണം പിതാവ് പുത്രനെയും പുത്രൻ പരിശുദ്ധാത്മാവിനെയും അവരുടെ ഇടയിൽ ആ ലൈഫിനകത്ത് തന്നെ ദേ ആർ അഡോറിങ് ഈച്ച് അതർ. ഒരാളെ വേറൊരാൾ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന, സ്വാർത്ഥതയില്ലാത്ത, സെൽഫിഷ്നെസ് ഇല്ലാത്ത, അതർ സെൻറ്റേഡ് ആയിട്ടുള്ള, മറ്റൊരാൾക്ക് വേണ്ടി മാത്രം ജീവൻ കൊടുക്കുന്ന, മറ്റൊരാളെ മാത്രം ചിന്തിക്കുന്ന, അതർ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ലൈഫിൻ്റെ മഹത്തായ ഒരു ഫ്ലോയാണ് ട്രിനിറ്റിക്കകത്തുള്ളത്. ട്രിനിറ്റിക്ക് ആരുടെ പ്രാർത്ഥനയും വേണ്ട, ട്രിനിറ്റിക്ക് ആരുടെ സ്തോത്രവും വേണ്ട. അതുകൊണ്ടല്ലേ കഴിഞ്ഞ ഒരു മാസം, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഒരു സഭയിലും ആരാധന നടന്നിട്ടില്ലെങ്കിലും ദൈവം പിണങ്ങിയില്ലല്ലോ. ഇനി ഒരു 100 പള്ളി അടച്ചിട്ടാലും ദൈവം തമ്പുരാൻ പിണങ്ങൂല, പിണങ്ങത്തില്ല. ദൈവത്തിന് വലിയ ആരാധന കൊതിയൊന്നുമില്ല. ചിലരങ്ങ് അത് ഈ വർഷിപ്പ് ആളുകളാണിങ്ങനെ അത് ഈ ആരാധന കൊതി, അങ്ങനെ നീ കൈയടിക്കാൻ വേണ്ടി, നിന്നെ കൊണ്ട് കൈയടിപ്പിക്കാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്നത്. ആരാധന കൊതിയനല്ല ദൈവം. കാരണം ട്രിനിറ്റിക്കകത്ത് സമ്പൂർണമായ അഡോറേഷൻ ഉണ്ട്. അപ്പം ദൈവം പിന്നെ എന്തിനാണ്, ഞാനൊരു മുമ്പൊരിക്കൽ ഇത് കേട്ടത്, കൊച്ചു പ്രായം മുതൽ കേൾക്കുന്ന ഇങ്ങനെയാണ്, തന്നെ അല്ലാതെ വേറെ ആരെങ്കിലും ആരാധിക്കുന്ന കണ്ട ദൈവത്തിന് ഭയങ്കര അസൂയയാണ്. അത്ര ഒരു ചെറിയ ആളാണോ നമ്മുടെ ദൈവം? അപ്പം തന്നെ അല്ലാതെ വേറൊരാളെ മനുഷ്യൻ അങ്ങോട്ട് ആരാധിക്കുന്ന പോകുന്ന കാണുമ്പോൾ ദൈവത്തിന് ഇങ്ങനെ കുശുമ്പ് കയറി, അസൂയ കയറി, കലി കയറി, അതിൻ്റെ പേരിൽ അങ്ങ് വെപ്രാളം കയറി, പിന്നെ പുള്ളിക്ക് ബ്ലഡ് പ്രഷറായി, ഹാർട്ട് അറ്റാക്കായി. അങ്ങനെ അല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് ആര് ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും ദൈവത്തിനൊരു വിഷയമല്ല. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ദൈവത്തിന് വിഷയമല്ല. ഇത് നിങ്ങൾ ആദ്യം എവിടെയെങ്കിലും കുറിച്ചു വെക്കണം. പിന്നെ എന്താണ് ഈ ആരാധന എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ആരാധന എന്ന് പറഞ്ഞാൽ എന്തോ, ആത്മാവിൽ ആരാധന എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ കണ്ടുപിടിച്ച്. അന്യഭാഷ പറയുക, അന്യഭാഷ പറയുന്നൊന്നും ആരാധനയല്ല. കൈ അടിക്കുക ആരാധനയല്ല. പാട്ട് പാടുക ആരാധനയല്ല. ഇതൊന്നും ആരാധനയല്ല. ആരാധന എന്താണെന്ന് കാണണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ ചായയിലും തൻ്റെ സ്വരൂപത്തിലുമാണ്. ദൈവത്തിൻ്റെ ചായയിലും ദൈവത്തിൻ്റെ ഇവിടെയാണ് ഇമേജ്. ഞാൻ പറഞ്ഞല്ലോ, വിഗ്രഹത്തെ ഒരു ഇമേജ് ഉണ്ടാക്കരുത് എന്ന് പറയാൻ കാരണം ഓൾറെഡി ദൈവത്തിൻ്റെ ഇമേജിനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിട്ടുണ്ട്. നമ്മളിവിടെയാണ്
അല്ലാതെ ദൈവത്തിന് കുശുമ്പ അസൂയ എന്നുള്ള ചിന്തയിലേക്ക് പോകണ്ട. ഇപ്പം ലോകത്തിൽ ആരും ആരെ ആരാധിച്ചോട്ടെ, കല്ലിനെയോ മണ്ണിനെയോ ആനയോ പുലിയോ എലിയെയോ പാറ്റായയോ എന്തോ കുന്ത്രാണ്ടത്തെയോ ആരാധിച്ചോട്ടെ. നമുക്ക് അവരെ ഇനി വഴക്കുണ്ടാക്കാൻ നമ്മുടെ ജോലി അതൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ട് ദൈവം പറയുക വേറൊരാളുടെ ആരാധന, വേറൊരാളുടെ അല്ലെങ്കിൽ എന്തുവാ ഒരു ബിംബം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ വേറൊരു ഇമേജ് വേറൊരു ഇമേജ് ഉണ്ടാക്കിയ ദൈവമാണെന്ന് പറഞ്ഞതിനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഒന്നാമത്തെ റീസൺ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, ദൈവത്തിനെ പറ്റി ദൈവസങ്കല്പമായിട്ട് മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന ദ സുപ്രീം എന്ന അൾട്ടിമേറ്റ് ഇമേജ് എന്ന് പറയുന്നത് ഈസ് എ ഇമേജ് ഓഫ് മാൻ. അപ്പോൾ ഒരു ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ രൂപം മനുഷ്യൻ ഉണ്ടാക്കിയാൽ, അവന് മാക്സിമം പോകാൻ പറ്റുന്നത് അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യരൂപം മാത്രമേ അവൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തൊന്നും ഉണ്ടാക്കാൻ മനുഷ്യന് പറ്റില്ല. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും തൻ്റെ സ്വരൂപത്തിലും. സോ ഓൾറെഡി ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു ഇമേജ് ഉണ്ട്. ഇനി നമ്മൾ ആ വിഷയത്തെ ഒന്നും മനസ്സിലാക്കിക്കാൻ ഞാൻ ശ്രമിക്കാം. നോക്കിക്കേ, ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട്, ഏദനിൽ ദൈവം അവനെ സൃഷ്ടിച്ച ശേഷം ഞാൻ ഒരു നിമിഷം ഏദനിൽ അവനെ സൃഷ്ടിച്ചിട്ട്, നമുക്കറിയാം ഏദൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ള സ്ഥലം എന്നാണ്, ദൈവ സാന്നിധ്യമുള്ള സ്ഥലം എന്നാണ്. അവിടെ ദൈവം ആദാമിനോട് പറയുന്നൊരു പദമുണ്ട്. ഞാൻ ആരാധന എന്ന വിഷയത്തിലേക്ക് വരാൻ കേട്ടോ. ദൈവം ആദാമിനോട് പറയുന്ന ഒരു പദം, ഗോഡ് പ്ലേസ്ഡ് ആദാം ഇൻ ദ ഗാർഡൻ ടു വർക്ക് ഇറ്റ് ആൻഡ് ടു ഗാർഡ് ഇറ്റ്. ടു വർക്ക് ഇറ്റ് ആൻഡ് ടു കാൾക്കേണ്ടതിനും ജോലി ചെയ്യേണ്ടതിനും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം ലിവ്ഡ ഉലേഷാമ്ര ഹീബ്രു വാക്കാണ്. ലീവ്ഡ ഉലേഷാമ്ര. നാക്ക് ഇച്ചിരി പണി കൊടുക്കണം. അപ്പം ഇവിടെ വർക്ക് ആൻഡ് ഗാഡ്, ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കണം, വർക്ക് ആൻഡ് ഗാഡ്. ഈ പദം, ഈ വർക്ക് ആൻഡ് ഗാഡ് എന്ന് പറയുന്ന പദം ബൈബിളിൽ മറ്റെവിടെയെങ്കിലും അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പുരോഹിതൻ്റെ പ്രീസ്ലി ഡ്യൂട്ടീസിനും നിയമത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ടാബർനാക്കിളിനെ സൂക്ഷിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് ഏദൻ കാക്കാനും വേല ചെയ്യാനും എന്ന പദം, ആ പദം മറ്റ് ഭാഗങ്ങളിൽ ബൈബിളിൽ അടുത്ത് ഉപയോഗിക്കുന്നത് പ്രീസ്ലി ഡ്യൂട്ടി ചെയ്യാനും സമാഗമന കൂടാരത്തെ ഗാർഡ് ചെയ്യാനും. ഈ രണ്ട് പർപ്പസിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹാർട്ട് ഏതൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഒരു ടെമ്പിളാണ്, ഒരു പ്ലേസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് വർഷിപ്പ്. സോ ആദാമും ഹവ്വയും ആ തോട്ടത്തിനകത്ത് വാഴാൻ സൃഷ്ടിക്കപ്പെട്ടു. ദാറ്റ് മീൻസ് അവർ രാജാവായിരുന്നു. 2, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിരുന്നു. അപ്പോൾ ബൈബിളിൽ ആദ്യത്തെ പുരോഹിതനും ആദ്യത്തെ രാജാവും ആദാമും ഹവ്വയുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ലീവ്ഡ ഉലാഷ്മറ എന്ന് പറഞ്ഞാൽ
to work it out and guard it. Do your priestly duties and guard the tabernacle. അപ്പൊ ഈ ആലയത്തിൻ്റെ അകത്തെ പുരോഹിതൻ അവൻ ആരുടെ ഇമേജാ വഹിക്കുന്നത് നോക്കിയേ? ഈ ക്രിയേഷന്റെ മുമ്പിൽ, ഇനി നിങ്ങൾ കേൾക്കണം, ഈ സർവസൃഷ്ടിയുടെ മുമ്പിലും ഇതൊന്നും മനസ്സിലാക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത സകല സൃഷ്ടിജാലങ്ങൾ, ഈ സൃഷ്ടിജാലങ്ങളുടെ മുമ്പിൽ അവരെ സൃഷ്ടിച്ചവൻ്റെ ഇമേജിൽ ജീവിക്കുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, അത് മനുഷ്യനാണ്. ഒറ്റ മൃഗങ്ങൾക്കും ദൈവത്തിൻ്റെ ഛായയില്ല. ദൈവത്തിൻ്റെ ഇമേജ് സൂക്ഷിക്കുന്ന ഒറ്റയാളേ ഉള്ളൂ, അത് ആദമാണ്. അപ്പൊ ദൈവം ആരാണെന്നറിയണമെങ്കിൽ 100% മനുഷ്യൻ ആദാമിൻ്റെ അടുക്ക പോണം. നിങ്ങളിത് മനസ്സിലാക്കണം. ദൈവം ആരാണെന്നറിയണമെങ്കിൽ സൃഷ്ടികൾക്കുള്ള ഏക മാർഗം അത് ആദാമിലൂടെ വെളിപ്പെടണം. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട പൂർവകാലത്തെ സഭാപിതാക്കന്മാർ, സെയിൻസ്, ഫ്രാൻസിസ് അസീസിയൊക്കെ, അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ വായിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ ഒരു ഫ്രാൻസിസ് അസീസി താൻ ഈ തെരുവിലൂടെ നടക്കുമ്പോൾ കൈകാലുകൾ ഒടിഞ്ഞ നായ്ക്കൾ, മൃഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ സൗഖ്യം പ്രാപിക്കുമായിരുന്നു. അപ്പം നായ്ക്കൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് പോലും ഫ്രാൻസിസ് അസീസിയുടെ സാന്നിധ്യത്തിൽ ദൈവസൗഖ്യം വ്യാപരിക്കും. കാല് മുടന്തൻ വന്ന് കാലൊടിഞ്ഞു പോയ പട്ടി ഫ്രാൻസിസ് അസീസിയുടെ അടുക്കിലോട്ട് പോയപ്പോൾ അദ്ദേഹത്തെ കണ്ട് സൗഖ്യമായി. അദ്ദേഹത്തിൻ്റെ അടുക്കിലോട്ട് പാസ് ചെയ്യുമ്പോൾ ആ കാല് സൗഖ്യമായ ചരിത്രമുണ്ട്. ഈ ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും ഒരു നിർജ്ജന പ്രദേശത്തോ ഒരു കാട്ടുപ്രദേശത്ത് പോകുമ്പോൾ മൃഗങ്ങൾ ഫോക്സസും മറ്റ് കാട്ടുമൃഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതെന്തിനാ ഈ കാട്ടുമൃഗങ്ങളല്ല ഇവരുടെ അടുക്കൽ വന്നിരിക്കുന്നത്? ഈ കാട്ടുമൃഗങ്ങൾ ഇന്നുവരെ ദൈവത്തെ കണ്ടിട്ടില്ല. ഈ സൃഷ്ടിജാലങ്ങൾ ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പൊ ദൈവം, സർവശക്തനായ ദൈവം, അവരുടെ സൃഷ്ടിതാവിനെ അവര് ആ മനുഷ്യനിൽ വെളിപ്പെട്ടത് കണ്ടു. അപ്പൊ ദൈവത്തിൻ്റെ ട്രൂ ഇമേജ് മനുഷ്യനാണ്. അതുകൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഇനി നീ ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കാൻ പാടില്ല. നമ്മളതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണം. കാരണം നീയാണ് എൻ്റെ ഇമേജ്. എൻ്റെ ഇമേജിലാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നീ എന്നെ വേറൊരു ഇമേജിൽ സൃഷ്ടിക്കാൻ പാടില്ല. യു ഹാവ് നോ റൈറ്റ്. അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഈ ഭൂമിയിൽ എൻ്റെ ഇമേജ് നിനക്കാണുള്ളത്. You are carrying my image. That's why I don't like any idols. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ താമസിക്കുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകൾ അതാണ്. അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അവരുടെ മനോഭാവം നമുക്കെന്താ? അവരെ കാണുമ്പോൾ ഉടനെ ദേഷ്യം, ദൈവം അവരെ കൊല്ലും, അതൊന്നും ആവരുത്. അവരെ ഓരോ ആളുകളും ഓരോ ഇമേജിനെ ആരാധിക്കുക. അതിനകത്ത് ഓരോ ഇമേജിനകത്ത് അവരൊരു ആട്രിബ്യൂട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്തൊരു സങ്കല്പമുണ്ട്. ദൈവത്തെ സംബന്ധിച്ചതായ ഒരു ഇമാജിനേഷൻ ഉണ്ട്. ഇത് ശ്രദ്ധിക്കണം, ഇമാജിനേഷൻ. അപ്പം ഇന്ത്യയിൽ ആരാധിക്കുന്ന ഓരോ ദേവഗണങ്ങളെ നോക്കിയാൽ അവരിൽ ഓരോ ദേവഗണങ്ങളിലും ഓരോരുത്തർക്കും ഓരോ ദൈവത്തെ സംബന്ധിച്ച ഓരോ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങൾ ഒരാളിൽ അവർക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു വിശേഷ സ്വഭാവം ഒരാളിൽ കാണുന്നു, അടുത്ത വിശേഷ സ്വഭാവം വേറൊരാളിൽ കാണുന്നു. എല്ലാ വിശേഷ സ്വഭാവങ്ങളൂടെ ചേർന്ന ഒരാളെ ഈ ജാതികൾക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല.
അപ്പം അവര് പിശാചിനെ ആരാധിക്കുന്നു, സാത്താനെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബോധക്കേട് വിളിച്ചു പറയരുത്. നമുക്ക് പരിജ്ഞാനമാണ് ആവശ്യം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയല്ല ഇപ്പോൾ ആവശ്യം. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ജ്ഞാനമാണ് ആവശ്യം. അപ്പം ഈ ജനതയോട് നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്? നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒറ്റ കാര്യമുള്ളൂ. ബ്രദേഴ്സ്, the image that you are worshipping is not a perfect one. നിങ്ങൾ ആ കണ്ട സങ്കല്പം അല്ല യാഥാർത്ഥ്യം. നിങ്ങൾ ആ ആരാധിക്കുന്ന ആ വ്യക്തിയിൽ കാണുന്ന ആ ചിന്തയുണ്ടല്ലോ, ആ സങ്കല്പമുണ്ടല്ലോ, അത് ട്രൂ ഇമേജ് അല്ല എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. പക്ഷേ പറയുന്ന ഞാൻ ഇത് കേൾക്കണം, പറയുന്ന ഞാൻ ട്രൂ ഗോഡിൻ്റെ ട്രൂ ഇമേജ് വെളിപ്പെടുത്താൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ്. ഞാനീ പറയുന്നത് കേൾക്കാം. യഥാർത്ഥ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം എൻ്റെ മേലാണ്. അത് വെളിപ്പെടുത്തേണ്ട ഞാൻ വെളിപ്പെടുത്താതെ ആ ആള് സേവിക്കുന്ന ദൈവം തെറ്റാണെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, നമ്മളവിടെ കൊണ്ട് എല്ലാവരെയും അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, ഇത് നമുക്കെല്ലാം പറയാനേ അറിയത്തുള്ളൂ. എന്താ കാരണം, എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് വിഗ്രഹത്തെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ ഇമേജിലും ദൈവത്തിൻ്റെ ലൈക്നെസ്സിലുമാണ്. അപ്പം ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഇനി വേറൊരു ഇമേജ് ഉണ്ടാക്കാൻ ഈ മനുഷ്യർക്ക് പറ്റില്ല. കാരണം ഓൾറെഡി ഈ മനുഷ്യർ തന്നെ ദൈവത്തിൻ്റെ ഇമേജും ദൈവത്തിൻ്റെ ലൈക്നെസ്സും ഉള്ളവരാണ്. അപ്പം മനുഷ്യൻ്റെ ദൗത്യം പുതിയ ഒരു ദൈവത്തെ പ്രസന്റ് ചെയ്യല്ല, മറിച്ച് തങ്ങൾ ദൈവത്തിൻ്റെ ഇമേജിലും ദൈവത്തിൻ്റെ ലൈക്നെസ്സിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന ബോധം വന്ന മനുഷ്യൻ, ഈ ബോധ്യം വന്ന മനുഷ്യൻ ആ ബോധ്യത്തിൽ ജീവിക്കുക. ഒരു അന്യമതസ്ഥൻ്റെ അടുക്ക പോയി നിന്റെ ദൈവം ശരിയല്ലെന്ന് പറയുന്നതിന് പകരം സത്യദൈവത്തെ സേവിക്കുന്ന നിന്നിലൂടെ നിന്റെ ജീവിതത്തിൽ സത്യദൈവത്തെ വെളിപ്പെടുത്തുകയാണ് വേണ്ടത്. ഞാൻ ഒരു കാര്യം പറയാം, I won't hate anybody those who are doing idol worship, idolatry. I cannot hate them. പക്ഷേ there is a solution for every Christian. If you reveal the true image of God by your life, നിന്റെ ജീവിതത്തിലൂടെ ഒരു യഥാർത്ഥ ദൈവത്തിൻ്റെ സ്വഭാവം നീ വെളിപ്പെടുത്തിയാൽ, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഫാൾസ് ഇമേജസും ദാഗോൻ താഴെ വീണതുപോലെ താഴെ വീഴും. ഞാനാണത് വെളിപ്പെടുത്തേണ്ടത്. അപ്പം ഇവിടെ അന്യാരാധന പെരുകുന്നതിൻ്റെ കാരണം സത്യാരാധകന്മാർ സത്യദൈവത്തെ വെളിപ്പെടുത്തുന്നില്ല. അതാണ്. 10 കൽപ്പനയുടെ ബോർഡ് എഴുതിയ ആളുകളെ കൊടുത്താൽ ആൾ രക്ഷപ്പെടത്തില്ല. ഇവിടെ വിഷയം ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ ഇമേജിലുള്ളവനാണ്. ലോകത്തിൽ എല്ലാവരും ഉള്ളതാണെങ്കിലും മനുഷ്യർ, പ്രത്യേകിച്ച് ദൈവത്തെ സേവിക്കുന്നവൻ, ഇതാദ്യം അറിയണം. I have the image of God. I have the likeness of God. I need to reveal the true image of God. ഞാൻ ആ സത്യദൈവത്തിൻ്റെ ഇമേജ് വെളിപ്പെടുത്തിക്കൊടു. അപ്പോൾ ഓൾറെഡി ജനങ്ങൾ തെറ്റായ ഇമേജിൽ നിന്ന് സ്വതന്ത്രരായിക്കോളും. ഇവിടെയാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കൽപ്പന നമ്മൾ എടുത്തിട്ട് ഹിന്ദുവിനെയും മുസൽമാനെയും സിഖുകാരനെയും അവനെയും ഇവനെ എല്ലാം നമ്മൾ അടിക്കുക. പെന്തിക്കോസുകാരൻ കയറി കത്തോലിക്കിനെ അടിക്കുന്നു, കത്തോലിക്ക് കയറി പെന്തിക്കോസിനെ അടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുക. ആ അടിയൊക്കെ നമുക്ക് വഴക്ക് ഉണ്ടാക്കുന്ന നിർത്തിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ ഇമേജ് അല്ലേ, ഞാൻ ദൈവത്തിൻ്റെ ലൈക്നെസ് അല്ലേ, ദൈവത്തിൻ്റെ ഇമേജ് ആൻഡ് ലൈക്നെസ് അല്ലേ, എൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ യഥാർത്ഥ ഇമേജ് ഞാൻ ലോകത്തിന് കാട്ടിക്കൊടുക്കണം. കാട്ടിക്കൊടുക്കാതെ
നിന്റെ ദൈവം ശരിയല്ല എന്ന് പറയാനുള്ള അധികാരവും അവകാശവും എനിക്കില്ല. ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ജീവിതത്തിലുള്ള എനിക്ക് അടുത്തൊരാളെ കുറ്റം പറയാൻ അവകാശമുണ്ടോ? പ്രധാന വിഷയം. അടുത്തത്, എന്തുകൊണ്ടാണ്, എന്താണ് ആരാധന, എന്താ വർഷിപ്പ്? എന്താ വർഷിപ്പ്? കരങ്ങളടിച്ച് യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നും പാട്ട് പാടുക. കണ്ടിട്ടില്ലേ? പാട്ട് സ്പീഡിൽ പാടുന്നു ചിലർ, ഹല്ലേലൂയ വർഷിപ്പ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇത് വർഷിപ്പാണ്. Why you are praying, why you are singing hallelujah? എന്തിനാണ് നീ ഹല്ലേലൂയ എന്ന് പാടുന്നത്? ഇത് ആദ്യം അറിയണമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ ആദ്യം ചെയ്ത കാര്യം, മനുഷ്യനെ ദൈവം തൻ്റെ ചായലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച ദൈവം ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു. അതാണ് ആദ്യത്തെ വാക്യം, അനുഗ്രഹിച്ചു. മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു എന്നതിന് കൊടുത്തിരിക്കുന്ന എബ്രായ വാക്ക് ബറാഖ്. ബറാഖ് ബറാഖ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ബറാഖ് എന്ന് പറഞ്ഞാൽ ഒരു ഒരാളിൻ്റെ, ബഹുമാന്യനായ ഒരാളിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ആ മാന്യനായ ഹോണറബിൾ പേഴ്സണെ അഡോറ് ചെയ്യുന്നതിൻ്റെ പേരാണ് ബറാഖ്. ബറാഖ് എന്നാൽ ഒരാളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ട് ആ ആളിനെ അഡോർ ചെയ്യുക. വാവ് വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ, ഹൗ വണ്ടർഫുൾ യു ആർ. ഇതിൻ്റെ പേരാണ് ബറാഖ്. ഇതാദ്യം നടന്നത് ഏദനിലാണ്. ആരാ ചെയ്തതെന്നറിയാമോ? നമ്മുടെ സ്നേഹനിധിയായ നമ്മുടെ ദൈവം തൻ്റെ ചായലും തൻ്റെ സ്വരൂപത്തിലും താൻ അനാദികാലം മുതൽ തൃത്വത്തിനകത്ത് സൃഷ്ടിച്ചിരുന്ന മനുഷ്യനെ മണ്ണിലൊരു രൂപം ഉണ്ടാക്കി. ആ മണ്ണിൽ മനുഷ്യരൂപം ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ഒരു മനുഷ്യൻ, തൃത്വത്തിൽ നിന്ന് ലോക സ്ഥാപനത്തിന് മുൻപ് കണ്ട മനുഷ്യൻ, തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ മനുഷ്യനായി മൺമയനായവൻ ജീവനോടെ നിൽക്കുന്ന കണ്ട ദൈവം ബറാഖ് ചെയ്തെന്ന. ബറാഖ്, ഐ ബ്ലസ് യു എന്ന് പറഞ്ഞെന്നല്ല, ബറാഖ്. ഞാനിങ്ങനെ വിചാരിക്കുന്നു, പിറന്നു വീണ കുഞ്ഞ്, ആശുപത്രിയിലൊക്കെ പിറന്നു വീണ് താഴെ ഇങ്ങനെ പായിലിട്ടേക്കുന്നൊരു കുഞ്ഞിൻ്റെ അടുക്ക് നമ്മൾ പോയി നിന്നിട്ട് ഹായ് കുഞ്ഞെ, ഹവർ യു കുഞ്ഞെ എന്ന് പറയത്തില്ല. നമ്മൾ അന്നേരം മുട്ടുമടക്കി ആ കുഞ്ഞിൻ്റെ അടുക്കലോട്ട് മുട്ടുമടക്കിയിരിക്കും. ഇരുന്നിട്ട് അതിൻ്റെ ചീക്കിലൊക്കെ ഇങ്ങനെ പിടിച്ച് മക്കളെ എന്നൊക്കെ നമ്മളിങ്ങനെ താലോലിക്കും, വിളാടോർദം. ഇത് തന്നെയാണ് ഏതിന് സംഭവിച്ചത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവം, നമ്മുടെ അപ്പൻ, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മുമ്പിലോട്ട് മുട്ടുകുത്തി. തെറ്റിദ്ധരിക്കണ്ട, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവനെ അഡോർ ചെയ്തു. ഈ അഡോറേഷൻ, അതാണ് വർഷിപ്പ്. അപ്പം ആദ്യത്തെ വർഷിപ്പ് ആരാ കാട്ടിത്തന്നേ? നമ്മുടെ പപ്പയാ, നമ്മുടെ അപ്പനാ കാട്ടിത്തന്നേ. എങ്ങനെ കാട്ടിത്തന്നേ? ദൈവം മനുഷ്യൻ്റെ മുഖത്ത് നോക്കി മനുഷ്യനെ അഡോർ ചെയ്യുക. മനുഷ്യർക്ക് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? ഒരു കുഞ്ഞിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ കുഞ്ഞിനെ നോക്കി ചിരിച്ച് കാണിച്ചാൽ ആ കുഞ്ഞ് ചിരിക്കും. ദേഷ്യപ്പെട്ടാൽ ആ കുഞ്ഞ് ഭയപ്പെടും. നിങ്ങൾ ഗോഷ്ടി കാണിച്ചാൽ ആ കുഞ്ഞും ഗോഷ്ടി കാണിക്കും. നിങ്ങൾ നാക്ക് നീട്ടിയാൽ അതും നാക്ക് നീട്ടും. കാരണം കുഞ്ഞിന് ഒന്നും അറിയില്ല, മറിച്ച് അത് എല്ലാം കണ്ടു ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യും. മനുഷ്യൻ ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ ദൈവം പഠിപ്പിച്ചതാണ് ബറാഖ്, വർഷിപ്പ്, ആരാധനയാണ് ദൈവം പ്രപഞ്ച സൃഷ്ടിയിൽ ആദ്യമായി മനുഷ്യനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത്. എവിടെ നിന്നാണ് ഈ ആരാധന വന്നത്? ദൈവത്തിൽ നിന്നാണ് വന്നത്. പിതാവ് പുത്രനെ അഡോർ ചെയ്യുന്നു, പുത്രൻ പരിശുദ്ധാത്മാവിനെ അഡോർ ചെയ്യുന്നു, പരിശുദ്ധാത്മ പിതാവിനെ അഡോർ ചെയ്യുന്നു. ഈ തൃത്വത്തിനകത്തെ അനന്തമായ അഡോറേഷൻ താണ്ട ഭൂമിയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ അവരുടെ പുത്രൻ്റെ മുമ്പിലോട്ട് മുട്ടുമടക്കി നിന്ന് മനുഷ്യനെ അഡോർ ചെയ്യുന്നത് കണ്ട മനുഷ്യൻ അവൻ്റെ
ദൈവത്തോടുള്ള പ്രകടനമാണ്, റിഫ്ലക്ഷനാണ് ആരാധന. അപ്പം ദൈവം എൻ്റെ ഇമേജ് കണ്ടിട്ട് എന്നെ അഡോർ ചെയ്തപ്പോൾ ഞാൻ തിരിച്ചെൻ്റെ ദൈവത്തിൻ്റെ ഇമേജിനെ കണ്ട് ദൈവത്തെ അഡോർ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ആരാധന. അതുകൊണ്ടാണ് ആരാധനയും സഹോദര സ്നേഹവും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ആരാധനയും സഹോദര സ്നേഹവും തമ്മിൽ ബന്ധമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അവിടെ അത് കണക്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത്, നീ നിന്റെ സഹോദരനെ വെറുത്ത് എങ്ങനെ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെന്നാണ്. ഇത് ശ്രദ്ധിക്കണം എല്ലാവരും. നിന്റെ കൂട്ടുകാരനെ, നിന്റെ സഹോദരനെ നീ വെറുക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവരൂപത്തിലിരിക്കുന്ന, ദൈവസാദൃശ്യത്തിലിരിക്കുന്ന നിന്റെ സഹോദരനെ വെറുത്തിട്ട് നീ എത്ര സ്പീഡിൽ പാട്ട് പാടിയാലും ആ ആരാധനയ്ക്ക് ഒരർത്ഥമില്ല. കാരണം സഹോദര സ്നേഹവും ആരാധനയും തമ്മിൽ ബന്ധമുണ്ട്. ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അതൊരു പ്രയോജനമാണെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. ഒന്നെടുത്തോട്ടെ. ഈ യാക്കോബിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. നാവിനെയോ മനുഷ്യർക്ക് ഒരു മെരുക്കാവുന്നതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ ഏതാ? നാവുകൊണ്ട്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, കർത്താവും പിതാവുമായവനെ നമ്മൾ നാവ് കൊണ്ട് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു. ഇതാ പ്രശ്നം. സ്തുതിക്കുന്നു എന്നിട്ട് സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്തുതിച്ചിട്ട് അതേ വാഗുകൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുള്ള മനുഷ്യനെ ശപിക്കുന്നു. അപ്പൊ സ്തുതിയും മനുഷ്യ സാദൃശ്യത്തിലുള്ള ദൈവസാദൃശ്യത്തിലുള്ളവനെ ശപിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ട്. Did you get me? അപ്പോൾ വർഷിപ്പ് എന്ന വിഷയം നിങ്ങൾ എടുക്കുക. എൻ്റെ സഹോദരനെ ഞാൻ ശപിച്ചിട്ട് ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുന്നതിനകത്ത് അർത്ഥമില്ലെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് രണ്ടും കൂടെ നമ്മൾ ഇതിനകത്ത് കമ്പൈൻ ചെയ്യണം. ഇതിനകത്തൊരു കോമ്പിനേഷനുണ്ട്. ഇതിനകത്തൊരു ഒരു തമ്മിലൊരു ബന്ധമുണ്ട്. ഇത് തമ്മിൽ ബന്ധമുണ്ട്. അതായത് ഞാൻ കർത്താവിനെ ആരാധിക്കുന്നതിന് മുമ്പ്, ഇത് ശ്രദ്ധിക്കണേ, കർത്താവിനെ ആരാധിക്കുന്നതിന് മുമ്പ് കർത്താവിനെ ഞാൻ എൻ്റെ സഹോദരൻ്റെ മുഖത്ത് കാണണം. എൻ്റെ സഹോദരൻ്റെ മുഖത്ത് കാണുന്ന കർത്താവിനെയാണ് ഞാൻ ആരാധിക്കേണ്ടത്. പിടികിട്ടുന്നോ? അപ്പം വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയില്ല ആരാധന നടക്കേണ്ടത്, പള്ളിയിൽ പോയാലല്ല ആരാധന നടക്കേണ്ടത്, കണ്ണടച്ച് നിന്നല്ല ആരാധന നടക്കേണ്ടത്. നിന്റെ അടുത്ത് നിൽക്കുന്ന ആ സഹോദരൻ്റെ മുഖത്ത് നീ ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവരൂപം കണ്ട് നീ കർത്താവിനെ സ്തുതിക്കണം. ശ്രദ്ധിക്കുക, നമ്മളിവിടെ എവിടെയാണ് നമ്മൾ കിടക്കുന്നത് നോക്കി, നമ്മുടെ ജീവിതം നോക്കി. നമുക്ക് ദൈവത്തിൻ്റെ രൂപമില്ല. നമുക്ക് ദൈവത്തിൻ്റെ രൂപം, ഞങ്ങൾ ചില പറയാം ഞങ്ങൾക്ക് രൂപമൊന്നുമില്ല, ഞങ്ങൾ ദർശനമായ ആത്മാവായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്.
നീ ആത്മാവായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്, പക്ഷെ നിന്റെ അടുത്ത് നിൽക്കുന്ന സഹോദരൻ്റെ മുഖത്ത് നോക്ക്. അവനാണ് നീ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ രൂപം അവൻ്റെ മുഖത്തുണ്ട്. ഈ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നൊരു പച്ചവല്ലുണ്ട്. അപ്പോൾ ഓരോ വിശ്വാസിയും അടുത്ത് നിൽക്കുന്ന വിശ്വാസിയുടെ മുഖത്താണ് അവൻ ദൈവത്തെ കാണേണ്ടത്. അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ മുഖത്ത് ദൈവത്തെ കണ്ടിട്ട് ആ മുഖത്ത് കണ്ട ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. കാരണം ദൈവത്തിൻ്റെ സ്വരൂപം അവനിലാണ്. അപ്പം വർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ റിഫ്ലക്ഷനാണ്. അപ്പം നീ നിന്റെ ബ്രദറിനെ അഡോർ ചെയ്യണം. നീ നിന്റെ സഹോദരനെ അഡോർ ചെയ്താൽ നീ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അല്ലാതെ നീ പള്ളിക്കകത്ത് പോയിരുന്നിട്ട് നാട്ടുകാരോടും മിണ്ടത്തില്ല, വീട്ടുകാരോടും മിണ്ടത്തില്ല, ദേശക്കാരോടും മിണ്ടത്തില്ല, ഭൂമിയിൽ ഒരു മനുഷ്യനോട് നീ മിണ്ടത്തില്ല. നീ വേർപാടിൻ്റെ നടുചൂറിനകത്ത് കയറിയിരുന്നിട്ട് ഞായറാഴ്ച ഒരു പുസ്തകം എടുത്ത് കക്ഷത്ത് എടുത്ത് വെച്ചുകൊണ്ട് നീ അങ്ങ് ആരാധനയ്ക്ക് അങ്ങ് പോവുക. എൻ്റെ പൊന്നു കുഞ്ഞെ, നിന്റെ ആരാധന ദൈവം തമ്പുരാൻ അംഗീകരിച്ചിട്ടുമില്ല. ആ ഏറിയ നിന്റെ ആരാധന കാണുമ്പോൾ ദൈവം ചെവി വിരളം വെച്ചിട്ട് ഓടും. ഇപ്പം ദൈവം സത്യം പറഞ്ഞ ഈ കൊറോണ കാലത്ത് ദൈവം ഭയങ്കര ഹാപ്പിയാണ്. സത്യമായിട്ടും ഈ ദിവസങ്ങളിൽ ദൈവം ഭയങ്കര സന്തോഷവാനാണ്. കാരണം എന്നറിയാമോ, ഈ വളുപ്പന്മാർ ആരാധിക്കാൻ വരുന്നില്ല. അതുകൊണ്ട് മറ്റൊരാളെ സ്നേഹിക്കാത്ത, കൂട്ടുകാരനെ സ്നേഹിക്കാത്ത, കൂട്ടുകാരനെ പ്രശംസിക്കാത്ത, മറ്റൊരുത്തനെ മാനിക്കാത്ത, അടുത്തവനെ ആക്ഷേപിക്കുന്ന, മറ്റൊരുത്തനെ മനുഷ്യനെ ശപിക്കുന്നവന്മാർ ഒരുമിച്ച് കൂടി കൈയടിച്ച് പാട്ടുപാടുന്ന ആരാധന ദൈവത്തിന് വെറുപ്പാണ്. ദൈവം സഭായോഗങ്ങളെ വെറുക്കുകയാണ്. ഈ കാലമാണ് ദൈവം ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന കാലം. ദൈവം മിക്കവാറും ഈ ഒരു ലോക്ക്ഡൗൺ ഒരു 2-3 ആഴ്ചയും കൂടെ നീട്ടുമെന്നാണ് തോന്നുന്നത്. കാരണം ഒരു 3-4 ആഴ്ച ദൈവം ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടി. എടാ, എൻ്റെ സഹോദരനെ ഞാൻ ആ ആളിലാണ് ഞാൻ, അതാണ് ആരാധന. വിഗ്രഹം ഉണ്ടാക്കരുതെന്നൊക്കെയുള്ള ശരിയാണ്, പക്ഷെ എന്താ എൻ്റെ ബേസ് നോക്കിക്കേ. വർഷിപ്പ് എവിടെയാണ് കിടക്കുന്നത്? ദൈവ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ആ ഇമേജ് കണ്ട് ദൈവത്തെ ശ്രുതിക്കുകയാണ്. അപ്പം ഫസ്റ്റ് യു അഡോർ യുവർ ബ്രദർ, അഡോർ യുവർ ബ്രദർ, അഡോർ യുവർ ഫാമിലി, അഡോർ യുവർ ഫ്രണ്ട്. നീ അടുത്ത മനുഷ്യനെ കണ്ടിട്ട് അവനിൽ ദൈവത്തെ കാണ്. ആ ദൈവത്തെ കാണ്. നീ ആ ദൈവത്തെ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പം നീ നിന്റെ ഇഫ് യു അഡോർ യുവർ ബ്രദർ, യു ആർ അഡോറിങ് ഗോഡ്. അതിന് തെളിവ് വേണോ? എത്ര വേണോ ബൈബിളിൽ തെളിവ്? ഒരു കുഞ്ഞുദാഹരണം പറയാം. നീതിമാന്മാർ യേശുവിൻ്റെ അടുക്കൽ യേശു പറഞ്ഞു, ഞാൻ വിഷം നിങ്ങൾ എനിക്ക് തിന്മാൻ തന്നു, ഞാൻ ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. അപ്പം നീതിമാന്മാർ ചോദിക്കും, ഇത് എപ്പോഴാന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറയാം, ഈ ചെറിയവനിൽ ഒരുവന് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് ചെയ്തെന്ന. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എനിക്ക് സൗഖ്യം തന്നെന്നല്ല, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നെന്ന്. അപ്പം ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അടുക്കൽ കുറച്ച് പേര് വന്നിട്ട് പറയും, നിന്റെ നാമത്തെ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, വീര്യപ്രവൃത്തികൾ ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. കർത്താവ് പറയാം, അന്നാൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പം രോഗശാന്തി ശുശ്രൂഷ ചെയ്തവരോട് പറയാ, ഐ ഡു നോട്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 25-ൽ രോഗശാന്തി ചെയ്യാതെ രോഗിയെ കാണാൻ ഓറഞ്ചുമായിട്ട് പോയവരോട് പറയുക. ഞാൻ എങ്ങനെ മനസ്സിലാകുന്നു? അതായത് നമുക്ക് ഈ രോഗശാന്തി ശുശ്രൂഷ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രോഗിയുടെ അടുക്കൽ ഒരു ഓർലിക്സോ 2 കിലോ ഓറഞ്ചോ ആപ്പിളോ ഒക്കെ വാങ്ങിക്കൊണ്ട് പോയാൽ നീ രോഗശാന്തി ചെയ്യുന്നതിനേക്കാളും പ്രയോജനം. ഇത് മനസ്സിലാക്കണം. നിന്റെ രോഗശാന്തിയേക്കാളും പ്രയോജനമാണ് അവനൊരു ഗ്ലാസ് ഒരു കിലോ ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത്. രോഗശാന്തി ചെയ്തവനോട് പറഞ്ഞ് എനിക്ക് നിന്നെ അറിയത്തില്ലെന്ന്, ആപ്പിൾ വാങ്ങിച്ചു കൊടുത്തവനോട് പറയാം നിങ്ങൾ എനിക്ക് ചെയ്തെന്ന്. അപ്പം ഞാൻ എൻ്റെ സഹോദരന്, ഈ ഏറ്റവും ചെറിയവന് ഞാൻ എന്ത് ചെയ്താലും അത് ദൈവത്തിന് ചെയ്യുന്നെന്നാണ്. അപ്പം നീ എന്തെങ്കിലും നിന്റെ സഹോദരൻ, നിന്റെ അയൽവക്കക്കാരന്, നിന്റെ ഈ സഹോദരൻ നിന്റെ പള്ളി വരുന്നവന് മാത്രമല്ല കേട്ടോ, നിന്റെ ദേശത്തുള്ള നീ കാണുന്ന ചുറ്റുപാടുള്ള എല്ലാ മനുഷ്യരോടും നീ എന്ത് അവർക്ക് വേണ്ടി ചെയ്യുന്നോ അത് കർത്താവിന് ചെയ്യുന്നെന്നാണ്. കാരണം ആ വ്യക്തിയിൽ ദൈവമുണ്ട്, ആ വ്യക്തിയിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്. ഇവിടെയാണ് ആരാധന ആരംഭിക്കേണ്ടത്.
ആരാധന ആരംഭിക്കേണ്ടത് അവിടെയാണ്. വോർഷിപ്പ് ആരംഭിക്കേണ്ടത് അവിടെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് വിഗ്രഹത്തെ ഉണ്ടാക്കാൻ പാടില്ല. ഒന്ന്, ദൈവത്തിൻ്റെ ഇമേജ് മനുഷ്യനാണ്. മനുഷ്യനേക്കാൾ വലിയൊരു ഇമേജ് ഉണ്ടാക്കാൻ മനുഷ്യന് പറ്റില്ല. മനുഷ്യൻ ഒരിക്കലും മനുഷ്യനെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊത്തുപണിയായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം മനുഷ്യൻ അങ്ങനെ ഉണ്ടാക്കിയാൽ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിംബം അവനേക്കാളും ചെറുതാ. അതാണ് അതിൻ്റെ ട്രൂത്ത്. ഇപ്പം ഞാൻ ദൈവത്തിൻ്റെ ഇമേജിലാണ്, ഞാൻ ദൈവത്തിൻ്റെ ഇമേജായി ഞാൻ എന്നെപ്പോലെ ഒരാളെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ ഇമേജിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം, പക്ഷെ ആ ഡ്യൂപ്ലിക്കേറ്റിന് ജീവനില്ല. ആ ജീവനില്ലാതെ നിൽക്കുന്ന ആ ബിംബത്തേക്കാൾ എത്ര നല്ല ജീവനുള്ള ഞാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഐഡൽസിനെ ദൈവത്തിന് വെറുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനത് അതിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, എല്ലാ ഐഡൽസിനേക്കാളും വലിയവരാണ് അതിനെ ഉണ്ടാക്കിയ മനുഷ്യർ. ഇവിടുത്തെ സകല വിഗ്രഹങ്ങളെക്കാൾ വിലപ്പെട്ടവരും ശക്തരും പവർഫുള്ളും വിലയേറിയവരുമാണ് ആ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയ എല്ലാ മനുഷ്യരും. അപ്പം അവൻ ഉണ്ടാക്കുന്ന വിഗ്രഹം ദൈവത്തോട് ഒരിക്കൽ പോലും അടുക്കുന്നില്ല. രണ്ട്, അവനേക്കാളും ഇൻഫീരിയറാണ്. ഇനി ഒരു വാക്യം കൂടെ ഞാൻ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ഞാൻ നേരത്തെ പറഞ്ഞ വർഷിപ്പ് എന്താ? ഇമേജാണ്, ദൈവത്തിൻ്റെ ഇമേജാണ്. അപ്പം ഇമേജ് ബെയററാണ് നമ്മൾ ഇമേജ് ബെയറായിട്ട് ലോകത്തിൽ ദൈവത്തിൻ്റെ തനി രൂപം. അതുകൊണ്ടാണ് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നതെന്നാണ്. സൃഷ്ടിക്ക് ഇപ്പോൾ വേണ്ടത് പുത്രന്മാരുടെ മാനിഫെസ്റ്റേഷനാണ്. ദൈവപുത്രന്മാർ വെളിപ്പെട്ട് വരുന്നത് കാണണം ഈ സൃഷ്ടിജാലങ്ങൾക്ക്. അതിനുവേണ്ടി അവർ കൊതിക്കുകയാണ്. എന്തുകൊണ്ട് കർത്താവ് ഇതിനെ വെറുക്കുന്നു എന്ന് ഒരു കാര്യം ഇവിടെ പറയാം. യെശയ്യാവിൻ്റെ പ്രവചനം 42 അധ്യായത്തിന് 8 വാക്യം. യെശയ്യാവ് 42 8 നിങ്ങളത് ശ്രദ്ധിക്കണേ. ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ മഹത്വം ഒരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കില്ല. അപ്പോൾ ദൈവം തൻ്റെ മഹത്വത്തെ, തൻ്റെ സ്തുതിയെ ഒരു വിഗ്രഹത്തിനും വിട്ടുകൊടുക്കത്തില്ല. ഇതെന്താ അതിൻ്റെ അർത്ഥം? We believe that there is only one God. There is no other God. There is only one God. That is the God who creates the entire universe. ഇവിടെ ഒരു ഹൈന്ദവൻ പ്രാർത്ഥിച്ചാലും ഒരു മുസൽമാൻ പ്രാർത്ഥിച്ചാലും ഒരു കൺഫ്യൂഷ്യസ് മതത്തിൻ്റെ ആൾ പ്രാർത്ഥിച്ചാലും ബുദ്ധമതക്കാരൻ പ്രാർത്ഥിച്ചാലും ജൈനമതക്കാരൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അത് നാം സേവിക്കുന്ന ദൈവമാണ്. There is no other God. There is only one God. ആര് പ്രാർത്ഥിച്ചാലും, മോസ്കിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാലും ക്ഷേത്രത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കുന്നെങ്കിൽ അതൊരൊറ്റ ദൈവമേ കേൾക്കുന്നുള്ളൂ. അത് യാഹെന്ന ദൈവമാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവമാണ്. അവൻ്റെ പുത്രനായ യേശു ലോകത്തിലേക്ക് വന്നു, അവൻ്റെ ആത്മാവ് ലോകത്തിലേക്ക് വന്നു. ഈ ത്രിയേക ദൈവമല്ലാതെ മനുഷ്യൻ്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റുന്ന ഒരു ദൈവം ഈ ഭൂമിയിലില്ല. കൊർന്നല്യോസ് എന്ന് പറയുന്ന ആളിനെ നോക്കിയേ. കൊർന്നല്യോസ് എന്ന് പറയുന്നയാൾ സിയൂസ് ദേവനെ ആരാധിക്കുന്നയാളാണ്, ബാലിനെ ആരാധിക്കുന്നയാളാണ്, റോമൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നയാളാണ്. അതാ കൊർന്നല്യോസ്. കൊർന്നല്യോസ് യഹോവ ഭക്തനല്ല. കൊർന്നല്യോസ് ജാതീയനാണ്. പക്ഷെ കൊർന്നല്യോസിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ, ആ ദൂതൻ വന്ന് കൊർന്നല്യോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ: നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നീ പ്രാർത്ഥിച്ചത് സിയൂസിനോടാണ്, നീ പ്രാർത്ഥിച്ചത് അർത്തമീസിനോടാണ്, നീ പ്രാർത്ഥിച്ചത് ബാലിനോടാണ്. പക്ഷെ നിന്റെ പ്രാർത്ഥന ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു.
സിയൂസിൻ്റെ അടുക്കുന്നല്ല ദൂതൻ വന്ന്, യാഹ് എന്ന് പറയുന്നവൻ്റെ അടുക്കുന്ന ദൂതൻ വന്ന്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ വച്ചേക്കുക. അപ്പം ആരെവിടെ പോയി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ. 10,000 ദൈവങ്ങളൊന്നുമില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളൂവേ സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നെന്ന്. അപ്പം എവിടെ പോയി ഇന്ന് പ്രാർത്ഥിച്ചാലും മതിയെന്നല്ല എൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കാൻ ഒരുത്തൻ വാ തുറന്നാൽ മറുപടി തരാൻ ഒറ്റയാളേ ഉള്ളൂ, അത് നമ്മുടെ ദൈവം. പക്ഷെ ഈ ദൈവം പറയുക, ഞാൻ എൻ്റെ മഹത്വം, ഇനി നിങ്ങൾ കേൾക്കണം, എന്തുകൊണ്ട് ദൈവം ഗോഡ് ഹേറ്റ്സ് ഐഡൽ വർഷിപ്പ്? മറുപടി, ദൈവം തൻ്റെ മഹത്വം മറ്റൊരുത്തന് വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്താ ദൈവത്തിൻ്റെ മഹത്വം? മനുഷ്യൻ സൃഷ്ടിച്ചത് ആരായിട്ടാ? ദൈവം അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ആര്? ദൈവം മനുഷ്യൻ്റെ മേൽ. ദൈവം തൻ്റെ മഹത്വം മനുഷ്യൻ്റെ മേൽ കൊടുത്തിരിക്കുന്നു, മനുഷ്യനെ അണിയിച്ചിരിക്കുന്നു. മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വവാഹകൻ, the glory bearer of God. Man carries the glory of God. ദൈവത്തിൻ്റെ മഹത്വമാണ് മനുഷ്യൻ ചുമക്കുന്നത്. അപ്പം ദൈവമഹത്വം ചുമക്കുന്ന മനുഷ്യൻ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി വണങ്ങുമ്പോൾ ദൈവം പറയുക, ഞാൻ എൻ്റെ മഹത്വം വേറെ ഒരു വിഗ്രഹത്തിന് വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് വരേണ്ട മഹത്വം എന്നല്ല, മനുഷ്യ നിൻ്റെ മേൽ എൻ്റെ മഹത്വമാണ് ഇരിക്കുന്നത്. ആ മഹത്വം ഞാൻ ഒരു വിഗ്രഹത്തിന് വിട്ടുകൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഇവിടെയാണ് ലോ, ഇവിടെയാണ് കിങ്ഡത്തിനകത്ത് നിയമം കിടക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് എങ്ങനെ ഈ ഐഡൽ വർഷിപ്പും ദൈവരാജ്യവും തമ്മിൽ എങ്ങനെയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാം. മനുഷ്യനാണ് ദൈവത്തിൻ്റെ ഇമേജ്. അപ്പോൾ ഓൾ ക്രിയേഷൻസ് ആർ വെയിറ്റിംഗ് ഫോർ ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സൺസ് ഓഫ് ഗോഡ്. ഞാൻ ദൈവചായുള്ള ഞാൻ ഒരു വിഗ്രഹത്തിന് മുമ്പിൽ പോയി ഞാൻ നമസ്കരിക്കുമ്പോൾ, ഞാൻ അതിനെ അഡോർ ചെയ്യുമ്പോൾ, what will happen to this creation? This creation will be confused. It will be totally confused because the creations are expecting that you have to be manifest as the sons of God. നീ ദൈവത്തിൻ്റെ പുത്രനായിട്ട് വെളിപ്പെടണമെന്നാണ് സൃഷ്ടിജാലങ്ങളുടെ പ്രതീക്ഷ. അതായത് നിന്റെ മുഖത്ത് ദൈവത്തെ കാണാനാണ് ഈ ക്രിയേഷൻസ് കാത്തിരിക്കുന്നത്. നിന്റെ മുഖത്ത് ദൈവതേജസ് കാണാൻ കാത്തിരിക്കുന്ന സൃഷ്ടി നോക്കേ, നീ ഒരു കല്ലിൻ്റെ മുമ്പിൽ പോയി ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ സിസ്റ്റത്തിനകത്ത് ഒരു ടോട്ടൽ കൺഫ്യൂഷനും അതിൻ്റെ താളം തെറ്റുകയാണ്. ഹല്ലേലൂയ. താളം തെറ്റുക. അതായത് ഈ സൃഷ്ടികളൊക്കെ എന്നെ നോക്കിയിരിക്കുക, എന്നിൽ നിന്ന് അത് വെളിപ്പെടാൻ. ഞാനോ അത് മനസ്സിലാക്കാതെ ഒരു ഇൻഫീരിയറായിട്ടുള്ള ഒരു ഗ്രേവ്ഡ് ഇമേജിൻ്റെ അടുത്ത് പോയി ഞാൻ ആ ഇമേജിനെ നമസ്കരിക്കുമ്പോൾ 100% the creations will react. ക്രിയേഷൻസ് ഒരിക്കലും ദൈവരാജ്യത്തിന് കൊള്ളാകുന്ന മണ്ഡലത്തിലേക്ക് വരത്തില്ല. അവിടെയാണ് കൊളാപ്സ് ആകുകയാണ്, സിസ്റ്റം മൊത്തം കൊളാപ്സ് ആകുക. കാരണം മനുഷ്യനാണ് ദൈവത്തിൻ്റെ ഭൂമിയിലെ പ്രതീക്ഷ. സോ ഡു നോട്ട് വേർഷിപ്പ് ഐഡൽസ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഇമിറ്റേറ്റ് ദ ഐഡൽസ് എന്ന് പറഞ്ഞാൽ നീ ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ നിന്റെ പിതാവിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ക്രിസ്തീയ ആരാധന ദൈവാരാധന എന്നല്ല പറഞ്ഞത്. യേശു പഠിപ്പിച്ചത് സത്യനമസ്കാരികൾ യഹോവയെ ആരാധിക്കുമെന്നല്ല, സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു.
സത്യനമസ്കാരികൾ പിതാവിനെയാണ് ആരാധിക്കുന്നത്, ഫാദറിനെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഫാദറിനെ ആരാധിക്കണം. ഫാദറിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നോക്കി, ഫാദറിനെ ഇമിറ്റേറ്റ് ചെയ്യാന്ന്, ഫാദറിൻ്റെ അഡോറേഷനെ റിഫ്ലക്റ്റ് ചെയ്യാന്ന്. അപ്പൊ ക്രിസ്തീയ ആരാധന പിതാവിനെ ആരാധിക്കുന്ന ആരാധന, സത്യാരാധന പിതാവിനെ ആരാധിക്കുന്ന ആരാധന. എന്തുവാണ് ആ ആരാധനയുടെ പ്രത്യേകത? എന്നെ നോക്കി എന്നെ അഡോർ ചെയ്യുന്ന എൻ്റെ അപ്പനെ ഞാൻ തിരിച്ച് അഡോർ ചെയ്യുക. നീ എത്ര സുന്ദരനാ മോനെ എന്നോട് എൻ്റെ യേശു പറയുമ്പോൾ ഞാൻ തിരിച്ചിട്ട് പറയുകയാണ്, 10,000-ങ്ങളിൽ അതിസുന്ദരനാണ് നീ. ഐ എം റിഫ്ലക്റ്റിംഗ് ദ അഡോറേഷൻ, ഐ എം വർഷിപ്പിംഗ് ദ ഫാദർ. ഫാദറിനെ വർഷിപ്പ് ചെയ്താൽ പുത്രൻ ഈ വർഷിപ്പർ ആരായി മാറുക? വർഷിപ്പർ അപ്പനെ പോലെ മാറുകയാണ്. ഒരാൾ ആരാധിക്കുന്നത് ആരെയാണെന്ന് നോക്കിയാൽ മതി, അയാളുടെ സ്വഭാവം മനസ്സിലാവും. ആരാധകൻ ആരാധിക്കുന്ന വ്യക്തി, ഒരു ആരാധകൻ ആരെ ആരാധിക്കുന്നോ ആ ആളിൻ്റെ സ്വഭാവം കാണും. സ്നേഹത്തിൻ്റെ ഉറവിടമായവനെ ആരാധിച്ചാൽ ആ വ്യക്തിയിൽ സ്നേഹം നിറഞ്ഞു വരാൻ തുടങ്ങും. സോ പിതാവിനെ ആരാധിക്കുക, ഫാദറിനെ. ആ വേർഡുകൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ദൈവത്തെ ദൈവാരാധനയെ നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. വർഷിപ്പിംഗ് ദ ഫാദർ, ഇമിറ്റേറ്റ്. ആക്ച്വലി വർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമിറ്റേറ്റ് ചെയ്യുക, അഡോറേഷനെ ഇമിറ്റേറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ പപ്പായെ ഇമിറ്റേറ്റ് ചെയ്യുക. എൻ്റെ അപ്പൻ എല്ലാവരെയും അഡോർ ചെയ്യുന്നു. ഐ എം ഓൾസോ അഡോറിങ് എവറി വൺ. നിങ്ങൾ നിങ്ങളുടെ സഹജീവികളെ, നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ ദേശത്തുള്ളവരെ നിങ്ങളൊന്ന് അഡോർ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രാക്റ്റും പൊക്കി പിടിച്ചുകൊണ്ട് യേശു വരാൻ പോകുന്നു കാഹളമെന്ന് പറയാതെ നിങ്ങൾ പോയി ആ ആളിൻ്റെ മുഖത്ത് നോക്കി. യു ആർ സോ ഗ്രേറ്റ്, നീ ദൈവത്തിൻ്റെ മോനാ, നീ കർത്താവിൻ്റെ ആളാ, യു ആർ സൺ ഓഫ് ഗോഡ്, യു ആർ ദൈവത്തിൻ്റെ മകനാന്ന് പറഞ്ഞു നോക്കി. ഈ പ്രത്യാശ നഷ്ടപ്പെട്ട ലോകത്ത്, പ്രതീക്ഷയറ്റ ലോകത്ത് അവൻ്റെ ഐഡി ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞേ, എൻ്റെ സഹോദരനെ അഡോർ ചെയ്യാത്ത എനിക്ക് എൻ്റെ ദൈവത്തെ അഡോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ണടച്ചല്ല ആരാധിക്കേണ്ടത്, കണ്ണ് തുറന്നു നിന്നാണ് ആരാധിക്കേണ്ടത്. ആരാ? നിൻ്റെ അടുത്ത് നിൽക്കുന്നവനെ ബഹുമാനിക്കാനും, ആ ആള് നിന്നേക്കാൾ ശ്രേഷ്ഠനാന്ന് എണ്ണാനും, ആ ആളാണ് കർത്താവിൻ്റെ മുഖമുള്ളവനെന്ന് അറിയാനും, ആ ആള് നിൻ്റെ ദൈവത്തിൻ്റെ ഇമേജ് ഉള്ളവനാണെന്നറിയാൻ എന്ന് ക്രിസ്ത്യാനിക്ക് പ്രാപ്തി വരുന്നു, അന്നേ ക്രിസ്ത്യാനിത്വം ഇന്ത്യയിൽ ഗുണപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വെറും ഒരു മതമായിട്ട് അവസാനിക്കും. അഡോർ യുവർ ബ്രദർ ഫസ്റ്റ്. Why God hates idol worship? Because God, He did not want to share His glory to the idols. നീയാണ് അപ്പം ഞാനൊരു ഇമേജ്, ദൈവത്തിൻ്റെ ഇമേജ് ഉള്ള ആളാണ്. ഞാൻ ദൈവത്തിൻ്റെ ഗ്ലോറി ചുമക്കുന്ന ആളാണ്. ആ ഗ്ലോറി ചുമക്കുന്ന ഞാൻ ഒരു ഐഡലിനെ പോയി വർഷിപ്പ് ചെയ്യുമ്പോൾ ആ ഐഡലിന് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുക. അപ്പം ദൈവത്തിനത് ഇഷ്ടമല്ല. എൻ്റെ മഹത്വം ഞാൻ ഒരു വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. നീ പോയി അവനെ നമസ്കരിക്കുമ്പോൾ ദൈവത്തിന് കുശിബ് കയറുന്നതല്ല, ദൈവം ഭയങ്കര അസൂയ കൊണ്ടങ്ങ് നിറയല്ല. ദൈവത്തിന് നീ ആ മഹത്വം ചുമക്കുന്ന നീ ആ മഹത്വം കൊണ്ടുപോയി ഒരു മണ്ണിൻ്റെ മുമ്പിൽ, ഒരു കല്ലിൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുക്കുമ്പോൾ, ആ ഇൻഫീരിയർ ഒരു സബ്സ്റ്റൻസിൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുക്കുമ്പോൾ തമ്പുരാൻ അത് ഇഷ്ടമല്ല. കാരണം യു ആർ ക്യാരിയിങ് ദ ഇമേജ് ഓഫ് ഗോഡ്, യു ആർ ക്യാരിയിങ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ആ ഗ്ലോറി കൊണ്ടുപോയി വേറൊരാൾക്ക് കൊടുക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തെ കമാൻഡ്മെൻറ്റ്സ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇതിനകത്ത് ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ, ഒരു രൂപത്തെ ഉണ്ടാക്കുന്ന കാര്യമല്ല ഇതിനകത്ത് വിഷയം. ഇനി ഞാൻ രണ്ടാമത്തെ വിഷയം പറയാം. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ പല പല രൂപങ്ങളുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രൂപങ്ങളുണ്ട്. ആനയുടെ രൂപമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഒരു വേഴാമ്പലിൻ്റെ രൂപമുണ്ട്. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങൾ പണ്ട് കുന്നുംപുറത്ത് താമസിക്കുന്ന, പുനലൂർ താമസിക്കുമ്പം ഏതോ കരകൗശലശാലയിൽ നിന്നൊരു ആനയുടെ ഒരു രൂപം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അന്ന് വന്നൊരു പാസ്റ്റർ പറഞ്ഞു, ദൈവത്തിൻ്റെ മക്കൾക്ക് ചേർന്നല്ല ഇത് കത്തിച്ച് കളയണം. അയ്യോ ദൈവമേ, ഞങ്ങളിങ്ങനെ ഷോക്കേസിൽ കൊണ്ടുവച്ച സാധനം പിന്നെ അത് കത്തിച്ച് ചാമ്പലാക്കി അതിൻ്റെ പുറത്ത് ചവിട്ടി. അപ്പോൾ നമ്മളെ പഠിപ്പിച്ച് ഇതൊക്കെ കാണുമ്പോൾ ദൈവം അങ്ങ് പേടിക്കുമെന്ന്. സത്യത്തിൽ ഒരു രൂപം ഉണ്ടാക്കുന്ന കഥയല്ല ഇവിടെ. അത് എഴുതിയിട്ടുണ്ട്, ഒന്നിൻ്റെയും രൂപം നമ്മൾ അക്ഷരത്തിൻ്റെ ആളുകളാണല്ലോ, നമുക്ക് വേറെ ഒന്നും അറിയത്തില്ലല്ലോ. ഇവിടെ കാണുന്ന എന്തെല്ലാം ഇമേജസ് ഉണ്ട്. ഇമേജ് അല്ല ഇവിടുത്തെ പ്രശ്നം,
വേർഷിപ്പാണ് ഇവിടുത്തെ പ്രശ്നം. അഡോറേഷനാണ് ഇവിടുത്തെ പ്രശ്നം. ഞാനൊരു രൂപത്തെ ഉണ്ടാക്കിയിട്ട് പറയാം ഇത് എൻ്റെ ദൈവമാണ് എന്ന് ഞാൻ പറയുന്നതിനകത്താണ് പ്രശ്നം. ഞാനൊരു പണ്ട് എൻ്റെ പപ്പ ഒരു മനുഷ്യൻ്റെ ഒരു കുഞ്ഞിൻ്റെ രൂപം ഉണ്ടാക്കി, ഒരു വീട്ടിൻ്റെ മുകളിൽ വെക്കാനും. ഒരു വീടിൻ്റെ പുറത്ത് 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പിള്ളേർ നിൽക്കുന്ന കണ്ടില്ലേ പണ്ട്, കൊച്ചിയിറക്കന്മാർ തുണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലൊരു രൂപം ഉണ്ടാക്കി. അപ്പം ബൈബിൾ അനുസരിച്ചാണെങ്കിൽ ഒരു രൂപം ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ ഉണ്ടാക്കിയില്ലേ. യഥാർത്ഥത്തിൽ ഈ ഒരു രൂപം ഉണ്ടാക്കുന്ന കഥയല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ ഈ യഹൂദന് പറ്റിയൊരു പ്രശ്നമുണ്ട്. അവൻ നാട്ടിലുണ്ടല്ലേ, നാട്ടിലൊരു ചൊല്ലില്ലേ, ആശാന നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന്. ഇവനെ ഈ വിഗ്രഹാരാധനയുടെ പേരിൽ ഒരുപാട് പ്രാവശ്യം ദൈവം തല്ലിയിട്ടുണ്ട്. അവസാനം ഇവൻ കുറേ നിയമങ്ങൾ മിഷ്നായ്ക്കത് ഉണ്ടാക്കി. ശബത്ത് ലംഘിച്ചതിൻ്റെ പേരിൽ ഇവരെ അടിമകളാക്കി കൊണ്ടുപോയി. അവസാനം ഇനി മേലാൽ നമ്മൾ ശബത്ത് ലംഘിക്കലെന്ന് പറഞ്ഞുകൊണ്ട് 2600 പേജുള്ള ഒരു പുസ്തകം ഉണ്ടാക്കി. അതിനെ മിഷ്ന എന്നാണ് പറയുന്നത്. 2600 പേജ് മുഴുവൻ എഴുതിയേക്കുന്നത് ശബത്തിനെ കുറിച്ച്. തമ്പുരാൻ ഒരു വാക്കി പറഞ്ഞത് അവൻ ഈ 2600 പേജിൽ എഴുതി. കാരണം ഇവനാണ് ഇതിനാണ് ഈ വേദോസം പറഞ്ഞ മാനുഷിക കൽപ്പനകൾ. ഇപ്പോൾ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ്, ആ ഉണ്ടാക്കുന്ന ആള് ആ ഉണ്ടാക്കിയ വിഗ്രഹത്തെക്കാൾ ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ഇപ്പം ഈ ഇന്ത്യയിലുള്ള എല്ലാ വിഗ്രഹങ്ങളെക്കാൾ ബഹുമാന്യരും ശ്രേഷ്ഠരും വിലയേറിയവരുമാണ് ഇന്ത്യയിലെ 130 കോടി ജനം. ഇന്ത്യയിലെ 130 കോടി ജനത്തിൻ്റെ അത്രയും വിലയുള്ള ഒരു വിഗ്രഹവും ഈ രാജ്യത്തില്ല. എന്നാണോ മനുഷ്യൻ അവനുണ്ടാക്കിയ ദേവനേക്കാൾ അവനാണ് ശ്രേഷ്ഠനെന്നറിയുന്നത്, അന്ന് ഈ രാജ്യത്തെ അരാജകത്വം അവസാനിക്കും. ക്രിസ്ത്യാനിക്ക് അതിന് വലിയൊരു ജോലി ചെയ്യാനുണ്ട്. നമ്മളാണ് ദൈവത്തിൻ്റെ ട്രൂ ഇമേജ് വെളിപ്പെടുത്തേണ്ടവർ. ട്രൂ ഇമേജ് എപ്പോൾ വെളിപ്പെടുമോ അന്ന് ഫാൾസ് ഇമേജസ് എല്ലാം താഴെ പോകും. അന്ന് എല്ലാ ഫാൾസ് ഇമേജസും ബൗ ഡൗൺ ചെയ്യും. So the second commandment is totally connected with the cosmos. ഞാൻ അന്നുകൂടെ പറഞ്ഞു നിർത്തുക. കോസ്മോസ്. The all creations are waiting for the manifestations of the sons of God. If the people are worshipping idols, it is very much sure that it will confuse the entire cosmos. That's what in the kingdom of God there is no idol worship. In the New Testament, greediness is idol worship. പുതിയ നിയമത്തിലെ വിഗ്രഹാരാധന എന്ന് പറയുന്നതിനെ അത്യാഗ്രഹം എന്നാണ് പറയുന്നത്. അത്യാഗ്രഹം. നിങ്ങൾ എന്തിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ നേച്ചറായിരിക്കും. ഇഫ് യു ലവ് മണി, യു വിൽ ബിക്കം എ വേഴ്സ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. നിങ്ങൾ പണമോഹിയാണോ നിങ്ങളെപ്പോലൊരു അരിഷ്ടനായ മനുഷ്യൻ ഈ ഭൂമി കാണുന്നത്. നിങ്ങൾ വാട്ട് യു ആർ ലവിങ് മോർ, നീ എന്തിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതാണ് നിന്റെ വിഗ്രഹം. അത്യാഗ്രഹമായ വിഗ്രഹാരാധന, ദ്രവ്യാഗ്രഹമായ വിഗ്രഹാരാധന ന്യൂ ടെസ്റ്റമെൻ്റ് അതിനകത്ത്. അല്ലാതെ ഞാൻ ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് പൗലോസിൻ്റെ കാഴ്ചപ്പാട്. പൗലോസ് ആരോപകയെ കുന്നിലെടുത്ത അതേ സ്റ്റാൻഡാണ് ഞാൻ ഇന്ത്യയിൽ ഏത് സ്ഥലത്തും എടുത്തത്. അനേക ദേവന്മാരെ ആരാധിക്കുന്നിടയിൽ ഒരു കല്ല്, വേദിക്കല്ല്. ആ വേദിക്കല്ല് എഴുതിയിരിക്കുന്നു അജ്ഞാത ദേവൻ. പൗലോസ് പറഞ്ഞു ഞാൻ ആ ആളിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ സെർവിങ് സോ മെനി ഗോഡ്സ് ബട്ട് ഐ എം സെർവിങ് ദ ഗോഡ് ദാറ്റ് യു ആർ സെർവിങ്, ദ അൺനോൺ ഗോഡ്. സോ ആ ഒരു സ്റ്റാൻഡാണ് നമുക്ക് വേണ്ടത്. So why God hates idol worship? Because God doesn't want His glory to be shared with that idol. നീ എന്ന ദൈവമഹത്വം, നീയാണ് ദൈവത്തിൻ്റെ ഗ്ലോറി. ആ ഗ്ലോറി കൊണ്ടുപോയി വേറൊരാൾക്ക് കൊടുക്കാൻ ദൈവത്തിന് താല്പര്യമില്ല. സോ ഇമേജ് ബെയറേഴ്സ്, കർത്താവിൻ്റെ ഛായയും സ്വരൂപവും വെളിപ്പെടുത്തുന്ന ഒരു ജനറേഷൻ വേഗം വരാൻ പോവുക. അപ്പോൾ ഈ രണ്ടാമത്തെ കൽപ്പനയിൽ നമ്മൾ പഠിക്കേണ്ട പാഠം,
ദൈവരാജ്യത്തിൻ്റെ പുരോഗമനത്തിൽ ദൈവത്തിൻ്റെ ഒറിജിനൽ ഇമേജുകളായ നാം മാനിഫെസ്റ്റ് ആകണം. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്ന കൽപ്പന അവിടെ കിടക്കട്ടെ. അതിൻ്റെ യഥാർത്ഥ പൊരുൾ ദൈവത്തിൻ്റെ ഒറിജിനൽ വിഗ്രഹമായി നീ മാറണം. നീയാണ് ദൈവത്തിൻ്റെ ഒറിജിനൽ ഇമേജ്. യു ആർ എൻഗ്രേവ്ഡ് ബൈ ഗോഡ്. യു ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ഓ, വാട്ട് എ വണ്ടർഫുൾ ഇറ്റ് ഈസ്. ആദ്യത്തെ കൽപ്പന പറയുന്നത് നോ യുവർ ഗോഡ് ഇൻറ്റിമേറ്റ്ലി ആൻഡ് പേഴ്സണലി ആൻഡ് ഗെറ്റ് ഇൻ ടു ദ ഹയർ കൈൻഡ് ഓഫ് ലൈഫ്. അതാണ് ആദ്യത്തെ കൽപ്പന. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാവരുത്. രണ്ടാമത്തെ കൽപ്പന എന്താ? ബി ദ ഇമേജ് ഓഫ് ഗോഡ്. ബി ദ ഇമേജ് ഓഫ് ഗോഡ്. നീ ദൈവത്തിൻ്റെ ഇമേജായി മാറ്. നീ എന്നാണോ ദൈവത്തിൻ്റെ ഇമേജായി മാറുന്നത്, അന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഫാൾസ് ഇമേജസ് ഓഫ് ഗോഡ് വിൽ ബി ബൗഡ് ഓൺ ബിഫോർ ദ പീപ്പിൾ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സോ ലെറ്റ് us worship God. എങ്ങനെ ദൈവത്തെ ആരാധിക്കേണ്ടത്? ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്യണം? ഒരു സൂത്രവാക്യം. നിന്റെ സഹോദരനെ അവനെ അടോറി. കാണാത്ത ദൈവത്തെ നിനക്ക് എങ്ങനെ ആരാധിക്കാൻ പറ്റും? കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? കാണുന്ന സഹോദരനെ പോയി അടോറി ചെയ്യുക. അവനെ പുകഴ്ത്ത്. അവനെ വാനോളം പുകഴ്ത്ത്. അത് മാത്രം മതി. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു എന്ന് പറയുമ്പോൾ എപ്പോഴാന്ന് ചോദിച്ചപ്പോൾ പറയാം, നീ ചെറിയവന് നീ എന്ത് ചെയ്യുന്നു? അത് ആരാധനയാണേ. എന്നെ ആർക്കും വേണ്ട, ഞാനൊന്നിനും കൊള്ളത്തില്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുടെ പറയാം, മോനെ നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ മോനാ, നീ ഭയങ്കര വിലപ്പെട്ടവനാ, നീ ഭയങ്കര വിലയേറിയവൻ, യു സോ ഗ്ലോറിയസ് ആണ്, നീ തമ്പുരാൻ്റെ മോനാ, നീ ഭയങ്കരമായിട്ട് വിളിയുള്ളവനാ. ചുമ്മാ പറഞ്ഞേ. ഈ ഞായറാഴ്ച വന്ന് പരമപിതാവിന് തുതി പാടാന്നുള്ള പാട്ടെല്ലാം കൂടെ ഒരു ദൂരകളാ. പരമപിതാവിന് തുതി പാടണ്ട, ആദ്യം നിന്റെ സഹോദരന് തുതി പാട്. നീ പാട്ടുപാടി നശിക്കുക, നീ നശിച്ചുകൊണ്ടിരിക്കുക. നീ പരമപിതാവിന് തുതിയൊന്നും പാടണ്ട, അവിടെ ദൂതന്മാരൊക്കെ ഉണ്ട് പാടാൻ. നിന്റെ ഈ ചിരട്ടയ്ക്കകത്തിട്ട് വരയ്ക്കുന്ന ശബ്ദമൊന്നും അല്ല സ്വർഗത്തിലെ പാട്ട്. അതും ഈ ട്രമ്മ്, ഉലകത്തിൽ ഒരു വെണ്ടയ്ക്കും കൊള്ളാത്തൊരായുധമാണ്, ഒരു മ്യൂസിക്കാണ് ട്രമ്മ്. ഈ ലോകത്തിൽ ആരെങ്കിലും ഡ്രം അടിക്കൂ? ഈ ട്രമ്മിനകത്ത് എന്ത് മാധുര്യം ഇരിക്കും? നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ആലോചിച്ചോ. ഒരു ട്രമ്മിനകത്ത് എന്ത് മാധുര്യം! ഇതുപോലെ ശബ്ദകോലാഹലം ഉണ്ടാക്കുന്ന ഒരു മാലിന്യം ഉണ്ടാകും. ഇത് വെച്ച് ദൈവത്തെ ആരാധിച്ച ദൈവമേ ചെവി പൊത്തിട്ട് ഓടും. ഈ പരമപിതാവ് നീ അതല്ല ചെയ്യണം. നീ ആദ്യം നിൻ്റെ കൂട്ടുകാരൻ, നിൻ്റെ സഭയിലുള്ള നിൻ്റെ സഹോദരൻ, നിൻ്റെ അയൽവക്കക്കാർ, അവരെ പോയി അടോറി, അവരെ നീ പുകഴ്ത്ത്, അവരെ ബ്ലസ് ചെയ്, അവരെ സെർവ് ചെയ്. ഹല്ലേലൂയ. ഈ കൊറോണ കാലത്ത് ഇപ്പോൾ വലിയൊരു പ്രശ്നം നടക്കുക. എല്ലാവരും സ്വോത്രാഴ്ചയെല്ലാം കൈ വെച്ചോണം, അടുത്ത സഭായം വരുമ്പോൾ എല്ലാവരും കൊണ്ടു തരണം. ഈ സ്വോത്രാഴ്ച ഈ പാവങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് എനിക്കറിയാത്ത. ജോലിയും വേലയില്ലാതെ കഷ്ടപ്പെട്ട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പാടുവിടുമ്പോൾ പാസ്റ്റർമാർ പറയുക, ഞായറാഴ്ച ഉള്ളതെല്ലാം ചരതിച്ച് വെച്ചോണം എന്ന്. ഞാൻ നിങ്ങളോട് പറയാം, ഈ 3-4 ആഴ്ച അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ആർക്കും കൊടുക്കണ്ട. നിങ്ങളുടെ അയൽവക്കത്തുള്ള വല്ല പട്ടിണി കിടക്കുന്നവർക്ക് കൊണ്ടുകൊടുക്കും. ഈ പാസ്റ്റർമാർക്കൊന്നും കൊടുക്കണ്ട. ഞാനും ഒരു പാസ്റ്ററൊക്കെ തന്നെയാണ്. അയൽവക്കത്ത് ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ, അവന് കഞ്ഞി വെക്കാൻ ഇല്ലെങ്കിൽ കൊണ്ടുകൊടുക്കുക. സ്വോത്ര നിൻ്റെ ദേശാംശം അവിടെ കൊണ്ടുകൊടുക്കും. അവന് കൊടുക്കുക. 10 കിലോ അരി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അമ്പരാൻ വേണ്ടി കൊടുക്കും. അത് ഗിവിങ് നേച്ചറാണ്. അതല്ലാതെ ഇപ്പോൾ പള്ളി തന്നെ കൊടുക്കണമെന്ന നേച്ചറല്ല. ഉദിക്കുമ്പോൾ നിന്റെ സഭാഹോളി മാത്രമല്ല ഉദിക്കുന്നത്, അമ്പലത്തിൻ്റെ മുറ്റത്തും സൂര്യൻ ഉദിക്കുന്നുണ്ട്. ദൈവം സൂര്യനെ ഉദിച്ചപ്പോൾ മോസ്കിൻ്റെ പുറത്ത് ഉദിക്കുന്നുണ്ട്. അല്ല നിന്റെ സഭാഹോളിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് മാത്രമല്ല. ദൈവം കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കുക. പള്ളിക്കകത്ത് മാത്രം കൊടുക്കുന്ന സ്വഭാവം അല്ല മക്കൾക്ക് വേണ്ട. ഗീവ് ടു അതേഴ്സ്. എല്ലാവർക്കും വാരി കൊടുക്കും. അർഹതയുള്ളവർക്കൊക്കെ കൊടുക്കുക. അപ്പം നമ്മളിൽ ഈ നേച്ചർ വെളിപ്പെടണം. നമ്മളിൽ ഈ നല്ല സ്വഭാവം. ഇവിടെയാണ് ആരാധന. മറ്റൊരാളെ അഡോർ ചെയ്യുക, മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുക. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വർഷിപ്പ് എന്ന് പറയുന്നത് അതാണ്.
സത്യം പറഞ്ഞാൽ നിൻ്റെ സേവനമാണ് നിൻ്റെ ആരാധന. ഇത് മനസ്സിലായി. നീ ഞായറാഴ്ച കൂടി വന്നിരുന്നിട്ട് യു ആർ കമ്മിങ് ടു എവറി സൺഡേ ആൻഡ് വർഷിപ്പിംഗ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വർഷിപ്പ്. കർത്താവിന് അത് വാല്യൂ ഇല്ലെന്ന് മനസ്സിലാക്കുക. സെർവിങ് അതേഴ്സ്, ദാറ്റ് ഈസ് വർഷിപ്പ്. സെർവ് യുവർ ബ്രദർ, അഡോർ യുവർ ബ്രദർ ഫസ്റ്റ്. അവനെതിരെ ആക്ഷേപം, അവനെ നേരെ കുതികാല് വെട്ടി, അവനെതിരെ ആക്ഷേപം, ലാഭം മൊത്തം പറഞ്ഞിട്ട് നീ കൈ ഉയർത്തി ഇങ്ങനെ ആരാധിക്കുക. ഇറ്റ് ഈസ് റബീഷ് ആൻഡ് സ്റ്റുപ്പിഡിറ്റി. ഇതൊക്കെ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനമാണ്, വ്യക്തമായിട്ട് പറയുകയാണ്. സെർവിങ് അതേഴ്സ് ഈസ് വർഷിപ്പ് ബ്രദർ, ഇറ്റ്സ് വർഷിപ്പ്. മറ്റൊരാളെ സെർവ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ അത് ഭയങ്കര ഭാഗ്യമാണെന്ന് ഓർത്തോണം, പദവിയാണെന്ന് ഓർത്തോണം. ഞാനിത് പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കുക, കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കുക. രണ്ടാമത്തെ law in the kingdom of God: do not engrave any image for yourselves, because you are created in the image and likeness of God. That is a real truth. നീ ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് നീ ഒരിക്കൽ പോലും നിന്റെ ദൈവത്തിൻ്റെ ഇമേജ് സൃഷ്ടിക്കാൻ പാടില്ല. നിന്റെ ദൈവത്തെ നീ ഉണ്ടാക്കരുത്. ബിക്കോസ് നീ ഓൾറെഡി ദൈവത്തെ പോലെയാണ്. യു ആർ ദ പ്രീസ്റ്റ്, യു ആർ ദ ഐഡൽ, യു ആർ ദ ഇമേജ് ഓഫ് ഗോഡ്. നീയാണ് ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ വിഗ്രഹം. വൈ യു ആർ ഗോയിങ് ആഫ്റ്റർ അനദർ വിഗ്രഹം? Hallelujah. To let us serve others, let us adore our brother. ഒരു സഹോദരനെ വിളിച്ചിട്ട് അയാളെ അങ്ങ് പോകരുത്. എത്രയോ പേർക്ക്, ഇപ്പോൾ മനുഷ്യർക്ക് സത്യത്തിൽ അവരുടെ ഇമേജ്, അവരുടെ ഐഡൻറ്റിറ്റി, അവരാരാണെന്നുള്ള ബോധ്യം, ഇതൊക്കെ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്താൽ they'll be free. സർവശക്തിയുള്ള ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം കുറേ പോയി. രണ്ടാമത്തെ കൽപ്പന നിങ്ങൾ മറക്കരുത്. ബാക്കി 8 കൽപ്പനകൾ നമ്മൾ ഈ ട്രിനിറ്റേറിയൻ റെവലേഷനിൽ, റിയാലിറ്റിയിൽ പഠിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഫുള്ളല്ല ഇതെല്ലാം ഒരു ഇൻട്രഡക്ഷൻ പോലെ നിങ്ങൾ എടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുക. വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ ഉടനെ നമ്മളതിനെ പോയി അവരിവരെയൊക്കെ തല്ലാനുള്ളതും അവർക്കെതിരെ കുന്തമറിയാൻ വേണ്ടിയുള്ളതല്ലിത്. ഇതിനകത്തൊരു റിയാലിറ്റി ഉണ്ട്. ബിക്കോസ് യു ആർ ക്യാരിങ് ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ദ ഗോസ്പൽ, ദ ഗ്ലോറിയസ് ഗോസ്പൽ. യൂണിവേഴ്സിറ്റി ദ ഗ്ലോറിയസ് ഗോസ്പൽ എന്താണെന്നറിയുമോ? തേജസ്സിൻ്റെ സുവിശേഷം. നിൻ്റെ അകത്ത് നിന്ന് ദൈവത്തിൻ്റെ ഇമേജ് മാനിഫെസ്റ്റ് ആക്കുന്നതാണ് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ സുവിശേഷം. So let us reveal the true nature of God. May the Lord richly bless you. ഇന്ന് രാത്രിയിൽ ലൈവിൽ എന്നെ കണ്ട കേട്ട എല്ലാവരോടുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിന് നമ്മൾ വാക്കിലല്ല പറയേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പ്രസംഗങ്ങൾ നിർത്തണം. നമ്മുടെ പ്രസംഗത്തിന് പകരം നമ്മുടെ ജീവിതം ദൈവത്തെ കാട്ടിക്കൊടുക്കണം. അന്ന് സുന്ദരം എന്ന ഗോപുരവാതിൽ നിന്നിട്ട് പറഞ്ഞ പോലെ ഞങ്ങളെ നോക്കുവിൻ. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വേണം. ഞങ്ങളെ നോക്കുവിൻ എന്ന് പറയുന്ന ഒരു തലമുറ. ലുക്ക് അറ്റ് us. നിങ്ങൾക്ക് ദൈവത്തെ കാണണോ? ലുക്ക് അറ്റ് us എന്ന് പറയുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. സർവശക്തിയുള്ള ദൈവം ഏവരെയും ആശീർവദിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭരാത്രി. ഈ മെസ്സേജ് നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് പ്രയോജനപ്പെടുന്നു, ഇല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും എന്ന ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ 1-2 പേർക്ക് ഇത് ഷെയർ ചെയ്യണം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാനിത് പറഞ്ഞിട്ടില്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ ജോൺ ലോറൻസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ധാരാളം മെസ്സേജുകൾ ആ ചാനലിൽ അവൈലബിൾ ആണ്. സബ്സ്ക്രൈബ് അവർ ചാനൽ. May the Lord richly bless you all. See you on tomorrow. നമുക്ക് അടുത്ത പ്രമാണവുമായിട്ട് കാണാം, അടുത്ത ലോയുമായിട്ട് കാണാം. അതുവരെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ, കൃപയിൽ മറക്കട്ടെ. ഗുഡ് നൈറ്റ് വിത്ത് ദ ഹോളി ഗോസ്റ്റ്. ആമേൻ.